എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1384 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ പ്രീത M. ഉണ്ണിയാണ്. ഡോക്ടർ ഇതിനോടകം നമുക്ക് ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എറണാകുളത്ത് ഇടപ്പള്ളിയില് IHMA ഹൗസില്, അതുപോലെ തന്നെ കടവന്ത്രയിലെ DD വ്യാപാർ ഭവനിലും ഹോമിയോപ്പതി ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യനാണ്. പൊതുജനാരോഗ്യ ബോധവൽക്കരണത്തിനായിട്ട് വിവിധ വേദികളിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഡോക്ടർ 31 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണുള്ളത്. ഇന്ന് നമ്മുടെ ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് ഡോക്ടറെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് തുടങ്ങാം. നമസ്തേ. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കാം, കാണാം. ഓക്കെ, താങ്ക് യു. ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ ഡോക്ടേഴ്സിനും വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ നമസ്തേ. ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഇന്റർമിറ്റന്റ് മെഡിസിൻസ് ഇൻ ക്രോണിക് ഡിസീസസ്. എല്ലാവർക്കും അറിയാം, നമ്മൾ ക്രോണിക് കേസസ് എടുക്കുന്ന അവസരത്തില് അതിൻ്റെ ക്യൂറിംഗ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് വരുന്ന പേഷ്യൻസ് ആണെങ്കിലും ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ക്യൂർ കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. വരുന്നവർ തന്നെ പ്രത്യേകം ചോദിക്കാറ്, എല്ലാ ഡോക്ടേഴ്സിനും അത് കേട്ട് പഴക്കം കാണും, ഡോക്ടർ ഇത് എത്ര നാളെടുക്കും എന്നൊരു ചോദ്യം അവരിൽ നിന്നുണ്ടാകും. അപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. എന്നിരിക്കലും ആസ് ഏർലി ആസ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ അവരോടുള്ള അപ്രോച്ച് നമ്മൾ പറയുന്നത്. കാരണം വളരെ സഫർ ചെയ്ത് വരുന്ന ആൾക്കാരല്ലേ, അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ക്യൂർ കൊടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് ആ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ കറക്റ്റായിട്ട് സിമിലിമം നമ്മൾ എടുക്കും. ക്രോണിക് ഡിസീസസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സിമിലിമം എന്തെല്ലാം ഉണ്ട്, ഏതൊക്കെ സിസ്റ്റത്തിലുണ്ട്, ഹെഡ് ടു ഫുട്ട് ഉള്ള കംപ്ലയിൻറ്റ്സ് നമ്മൾ എടുക്കാറുണ്ട്. എല്ലാ സിസ്റ്റം ബൈ സിസ്റ്റമായിട്ട് ഏതൊക്കെ സിംറ്റംസ് ഉണ്ടെന്ന് നോക്കാറുണ്ട്. ഇങ്ങനെല്ലാം നമ്മൾ സിമിലിമം എടുത്ത് അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്തു കഴിയുമ്പോൾ ഭൂരിഭാഗം കറക്റ്റായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്തു വരുന്നവർക്ക് അവർ ക്യൂറിംഗ് റേറ്റ് വളരെ സ്പീഡായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് അവർ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ചില കേസസിൽ ഒന്ന് കുറയും, ആദ്യം കുറഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ ആ കുറവ് അത്ര മാത്രമേ ഉള്ളൂ, ഫർദർ അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല, അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യും. അവർ തന്നെ പറയും, കഫ് ഡേ ആൻഡ് നൈറ്റ് ചുമച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് നൈറ്റിൽ മാത്രം കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ കുറവ് പറയും. പക്ഷെ കംപ്ലീറ്റ് ആകത്തില്ല. 1-2 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്താലും ആ ബാക്കിയുള്ള ആ ഒരു റേറ്റ് ഓഫ് ക്യൂറിങ് വളരെ സ്ലോയിലോ അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ആ അവസരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഇന്റർമിറ്റന്റ് മെഡിസിൻസ് എന്ന് പറയുന്നത്. ആ സമയത്തും ബാക്കി നിൽക്കുന്ന, അതായത് ഒരു ക്രോണിക് ഡിസീസ് തുടങ്ങി എന്തൊക്കെയാണോ സിംറ്റംസ് അന്നേരം എടുത്തത്, ആ ഒരാഴ്ച കഴിയുമ്പോൾ അവരുടെ ആ ക്യൂറിംഗ് റേറ്റ് തുടങ്ങി കുറച്ചൊക്കെ ഉള്ള കംപ്ലയിൻസ് അങ്ങ് മാറും. അപ്പൊ ബാക്കി നിൽക്കുന്ന ആ കംപ്ലയിൻസിന്റെ സിമിലിമം എടുത്തിട്ട് ഏതാണ് ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു മെഡിസിൻ, അതിന്റെ ഒരു ഡോസ് നമുക്ക് ഈ ക്രോണിക് ഡിസീസിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ കൊടുത്താൽ, അതായത് ആ ഡിസീസിന് നമ്മൾ പേഷ്യന്റിന് ആ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്കറിയാം വളരെ വേഗം ആ ബാക്കി നിൽക്കുന്ന എങ്ങനെയാണോ ആദ്യത്തെ സ്റ്റേജിൽ ആ ക്യൂർ വന്നത് അതേ രീതിയിൽ തന്നെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്താനും നമുക്ക് സാധിക്കും.
പിന്നെ എന്തെങ്കിലും നെക്സ്റ്റ് സ്റ്റേജ് ഇന്റർമീഡിയറ്റ് മെഡിസിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ തരത്തിൽ ക്യൂർ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ പിന്നെയും ചെറിയ രീതിയിലുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ഫസ്റ്റ് ഏതാ സിമിലിമം കൊടുത്ത് അതിന്റെ ഒരു ഡോസ് തന്നെ കൊടുത്താൽ മതിയാകും. പക്ഷേ ഈ ഇന്റർമീഡിയറ്റ് മെഡിസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഏതാനും കേസസ് ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണ്. ഒരു ക്രോണിക് കഫ്, അതായത് വെറ്റ് ആൻഡ് ഡ്രൈ കഫ് ഉള്ള ഒരു പേഷ്യന്റ് 10 ഇയേഴ്സിന്റെ ക്രോണിസിറ്റിയാണ് വന്ന് പറഞ്ഞത്. 51 ഇയേഴ്സ് ഓൾഡ് മാനാണ്. ഒരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഒക്യുപേഷണൽ ഡിസീസ് എന്നുള്ള രീതിയിൽ കഫ് വന്നതാണ്. അത് ഡ്രൈയും വെറ്റുമായിട്ടുള്ള കഫാണ് ഉള്ളത്. കാലത്ത് രാവിലെ എഴുന്നേൽക്കുമ്പം ഡ്രൈ കഫാണ്, അതായത് നല്ല സൗണ്ടിലാണ്, ഡ്രൈ ആയിട്ടാണ് ചുമ തുടങ്ങുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ, അതായത് 1-2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയുള്ള ചുമയിലൊക്കെ ലൂസായിട്ട് തന്നെ ആ കഫ് ഫോം ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വൈറ്റിഷ് ആണ് സ്പ്യൂട്ടം. പക്ഷെ പോയി നൈറ്റിലോട്ട് അടുക്കുമ്പോൾ, അതായത് ഏകദേശം ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ വീണ്ടും ഒരു ഡ്രൈ കഫിലേക്കാണ് പോകുന്നത്. വീണ്ടും മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ ഡ്രൈ കഫ്, കുറച്ച് കഴിയുമ്പോഴത്തേനും വെറ്റ് കഫായിട്ട് മാറും. ഇതാണ് ആദ്യത്തെ ബുദ്ധിമുട്ട് പറഞ്ഞത്. നൈറ്റില് വീസിംഗ് ഉണ്ട്. ഞാൻ ചെസ്റ്റ് നോക്കുന്ന അവസരത്തിൽ ചെസ്റ്റ് മ്യൂക്കസ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് ചെസ്റ്റ്. പക്ഷെ വളരെ ഈസി ആയിട്ടൊന്നും സ്പ്യൂട്ടം വെളിയിലോട്ട് വരികയില്ല. റാറ്റ്ലിംഗ് സൗണ്ട് നന്നായിട്ടുണ്ട്. ബാക്കി ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം എടുത്തു വന്നപ്പം എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു സംശയം പെട്ടെന്ന് നോക്കുമ്പോൾ മലയാളത്തിൽ തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അങ്ങോട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്നില്ല. അതാണ് ഇടയ്ക്ക് ഇച്ചിരി ഒരു പോസ് വരുന്നത്. വന്നു ട്രീറ്റ്മെന്റ്, കഫിന്റെ കാര്യം മാത്രമാണ് ഇമ്പോർട്ടന്റ് ഉള്ള അയാളുടെ കംപ്ലൈന്റ് ആണ് അത്, ക്രോണിക് കഫ്. അപ്പൊ ഫസ്റ്റ് വീക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡേ ആൻഡ് നൈറ്റില് കഫുണ്ട്. അഗ്രവേഷൻ വരുന്നത് കോൾഡ് വിൻഡ്, എന്തെങ്കിലും പ്രത്യേകിച്ച് AC യോ ഫാനോ ഉണ്ടെങ്കിൽ അയാൾക്ക് അഗ്രവേഷൻ ഉണ്ട്. കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. ചിരിക്കുമ്പോൾ ബോഡി ഒന്ന് മൂവ്മെന്റ്, ഒരു കുലുങ്ങി ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ വീണ്ടും കഫ് ഉണ്ടാകുന്നുണ്ട്. സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചെസ്റ്റിനകത്ത് ഫില്ല് ചെയ്ത് ഫുള്ള് മ്യൂക്കസ് ആണ് ഉള്ളത്. ശരിക്കും കേൾക്കാൻ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ടോൺസിലൈറ്റിസ് ഉണ്ട്, എൻലാർജ് ടോൺസിൽസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം എടുത്തു വന്നപ്പം കാൽക്കേരിയ കാർപ്പാണ്. അത് അവേർഷനും പിന്നെ ഡിസയറും എല്ലാം തന്നെ നമ്മൾ ഹെഡ് ടു ഫുട്ട് എടുക്കുമല്ലോ കംപ്ലൈൻറ്റ്സ്. ആ സമയത്ത് കാൽക്കേരിയ കാർബാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് വന്നത്. തന്നെയല്ല, കഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് കാൽക്കേരിയ കാർബ്. കാൽക്കേരിയ കാർബിന്റെ ഒരു ഡോസ് ഞാൻ കൊടുത്ത് 5 days കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് റിവ്യൂ ടൈം ഒന്ന് കൊടുത്തിരുന്നു. ആ സമയത്ത് വരുമ്പം കഫിന്റെ അതായത് ഡേ ആൻഡ് നൈറ്റ് ഒരുപോലെ കഫ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കഫ് വളരെ കുറഞ്ഞിരിക്കുന്നു. ഉറങ്ങാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇല്ല. പക്ഷെ ചില സമയത്ത് മാത്രം ഡ്രൈയും വെറ്റും കഫ് അത് മാറി മാറി വരുന്നത് ഫീൽ ചെയ്യുന്നത് മ്യൂക്കസ്, ത്രോട്ട് പിറ്റില് മ്യൂക്കസ് വന്നിരിക്കുന്നത്. എന്തോ തൊണ്ടയ്ക്ക് എനിക്ക് വിഴുങ്ങാൻ വയ്യ, തൊണ്ടയ്ക്ക് ഏതാണ് ത്രോട്ടിൽ എന്തോ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ സലൈവ ഇറക്കുമ്പോൾ ഇറങ്ങിപ്പോകും. അത് നമുക്ക് റേസ് ചെയ്ത് മുകളിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ആഫ്റ്റർ 5 days ആണ് ഇത്രയും കുറവ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ഡോസും കൂടെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് 5 days കഴിഞ്ഞ് വന്നപ്പം ഈ പറയുന്ന കഫും ഇല്ല, ചെസ്റ്റ് കംപ്ലീറ്റ്ലി ക്ലിയർ ആണ്. പക്ഷെ കുറച്ച് ഞാൻ ത്രോട്ട് പിറ്റില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തോ ലംബ് പോലെ ഫീൽ ചെയ്ത്, അത് മ്യൂക്കസ് തന്നെയാണ്. ഇറങ്ങി പോകുമ്പോൾ അറിയാം, മ്യൂക്കസ് ഇറങ്ങി പോകുന്നതായിട്ട് അറിയാം. പോക്ക് ചെയ്ത് വെളിയിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല. നിൽക്കുന്നത് ഈ ഒരു കംപ്ലൈന്റ് മാത്രമാണ്. അപ്പൊ ഇത്രയും ദിവസം പോയി 5-10 ദിവസത്തെ ഗ്യാപ്പ് വന്നപ്പം നിൽക്കുന്ന കംപ്ലൈന്റ് ഇതും. അപ്പൊ വീണ്ടും
എന്തെങ്കിലും ഒരു ഇന്റർകറന്റ് കാരണം ഇന്റർമീഡിയറ്റ് മെഡിസിൻ എന്തെങ്കിലും ഒരു ഡോസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അപ്പൊ ഞാൻ ബാസിലിനമാണ് സെലക്ട് ചെയ്തത്. ബാസിലിനം നോസോഡാണ് മോസ്റ്റ്ലി നമ്മൾ ഇന്റർമീഡിയറ്റ് മെഡിസിൻസ് കൊടുക്കുമ്പോഴത്തേന് നോസോഡ്സ് ആണ് കൂടുതലും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്തെ സിമിനിമം അനുസരിച്ച് നോസോഡൊന്ന് മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. ഏതാ വരുന്നതെന്ന് വെച്ചാൽ ഞാനും പല മെഡിസിൻസും കൊടുത്തിട്ടുണ്ട് പല കേസസിലും. ആ സമയത്ത് ബാസിലിന് കാരണം വളരെ എയറേഷൻ വളരെ നമുക്ക് കിട്ടാനും മ്യൂക്കസിന് ചേഞ്ച് വരാനും അബ്സോർഷൻ വേഗം നടക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ബാസിലിനം. ഈ ബാസിലിനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് അതായത് ട്യൂബർക്കുലർ ഡിസീസിനും ട്യൂബർക്കുലോസിസിനും നോൺ ട്യൂബർക്കുലർ ഡിസീസിനും ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. സാധാരണ ഏത് കഫാണെങ്കിലും ബ്രോങ്കോറിയ ഏതൊക്കെ തരത്തിൽ ബ്രോങ്കൈറ്റിസ് ജസ്റ്റ് ഒരു കഫിന്റെ വെറൈറ്റിക്കും ഡ്രൈ ആൻഡ് വെറ്റ് ഇതിനെല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഈ ബാസിലിനം എന്ന് പറയുന്നത്. അപ്പം ഇത് കൊടുക്കുമ്പോൾ സിംഗിൾ ഡോസ് മാത്രമേ നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് മെഡിസിൻസ് കൊടുക്കാവുള്ളൂ. ആ സിംഗിൾ ഡോസിൽ തന്നെ അത് ക്യൂർ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഡോസ് ഒരിക്കലും കൊടുക്കരുത്. ഇത് കൊടുത്തതിന് ശേഷം അയാള് ആ കംപ്ലൈന്റ് പിന്നെ ഒരു കഫ് പറഞ്ഞിട്ടില്ല, കാരണം വന്നിട്ടില്ല. ടെലിഫോണിക്കലി വിളിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് കഫ് യാതൊരു ശല്യവും ഇല്ലാതെ മാറിയിരിക്കുന്നു. അതായത് 10 years പഴക്കമുള്ള ഒരു കഫാണ്. നമ്മൾ ഈ ചുരുങ്ങിയ കാലയളവേ കൊടുത്തുള്ളൂ. അത് ഹെൽപ്പ് ചെയ്തത് ഒന്നാമത് നമ്മൾ ആ സിമിലിമ എടുക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കറക്റ്റായിട്ട് എടുത്തു. രണ്ടാമത് ഈ ഇന്റർമീഡിയറ്റ് മെഡിസിൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഒന്ന് ജസ്റ്റ് കുറച്ച് കംപ്ലീറ്റ് ആക്കാതെ നമ്മൾ വിട്ടാൽ ഇവർ തന്നെ മറ്റുള്ളവരോട് പറയുന്നത് കഫൊക്കെ അങ്ങ് മാറി, പക്ഷെ ഇപ്പോഴും ത്രോട്ടിൽ ആ കഫക്കെട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എന്നാൽ ഡിസ്റ്റർബൻസ് പ്രത്യേകിച്ചൊന്നും ഇല്ലതാനും. എപ്പോഴും ഇങ്ങനെ പറയും, സംസാരിക്കുമ്പോൾ ഇങ്ങനെ നാക്കേണ്ട അവസ്ഥയേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ പ്രത്യേകിച്ച് പുറത്ത് ആരോട് അവർ പറഞ്ഞാലും ഈ ഒരു കംപ്ലൈന്റ് നിൽക്കുന്നു എന്ന് പറയും. അവർ ചിലപ്പോൾ ശ്രദ്ധിക്കുക പോലും ഇല്ല. എന്നാലും ഒരു കംപ്ലീറ്റ് ക്യൂർ എന്നുള്ളത് പറച്ചില് അവർ പറയാതിരിക്കും. അതുകൊണ്ട് ഈ ഇന്റർമീഡിയറ്റ് മെഡിസിൻസ് ഏതാണെന്ന് വെച്ചാൽ കൊടുത്ത് ആ കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള അവസ്ഥയിലേക്ക് പേഷ്യൻസിനെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം, എത്തിക്കുകയും വേണം. രണ്ടാമത് ഒരു കേസ് വന്നത് ഏത് പൊട്ടൻസിയാണ് ഡോക്ടർ കൊടുത്തിരിക്കുന്നത്? കാൽക്കേരിയക്കാർക്ക് വണ്ണമാണ് കൊടുത്തത്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ആണ്. അത് ഓൾവേസ് നമ്മൾ ഹയർ പൊട്ടൻസി തന്നെ കൊടുത്തിരിക്കണം. ബാസിലിന് പക്ഷെ ബാസിലിന് 30 ഞാൻ കൊടുത്തത്. ഇന്റർമീഡിയറ്റ് മെഡിസിൻസ് എപ്പോഴും ലോവർ പൊട്ടൻസി എടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. അത് സിംഗിൾ ഡോസ് മാത്രം കൊടുക്കാനും ട്രൈ ചെയ്യുക. വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 18th സെഞ്ചുറിയിലാണെന്ന് തോന്നുന്നു ഒരു പേഷ്യന്റിന് അയാൾക്ക് കൊളാപ്സ് ആയി ആകെ ഹാർട്ട് കംപ്ലൈന്റ് മുഴുവൻ, അതായത് ഡിജിറ്റാലിസിന്റെ മുഴുവൻ കംപ്ലൈൻസും കാണിച്ച് അതുകൂടാതെ അയാൾക്ക് ഗ്യാസ്ട്രൈറ്റിസും ലങ്സും എല്ലാം തന്നെ കൊളാപ്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു മനുഷ്യന് സിമിലിമം വന്നിട്ട് മെഡോർണം കൊടുത്തു, വേറെ ഹാർട്ട് ഫോസ്ഫറസോ ഒക്കെ കൊടുത്തു നോക്കിയിട്ടും ഒരു ഡോക്ടറുടെ അനുഭവ കഥയാണ് പറയുന്നത്. യാതൊരുവിധ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു, ബെറ്റർ ആയിട്ട് ഒരു ഫീലിംഗേ ഇല്ലാത്ത ഒരു അവസ്ഥയില് ഡിജിറ്റാലിസിന്റെ ഹോൾ പ്ലാന്റ് അന്നൊക്കെ അത് അവര് ക്രൂഡായിട്ട് തന്നെ, അതായത് നമ്മൾ ജസ്റ്റ് മദർ ടിഞ്ചർ പോലും അല്ല, ജസ്റ്റ് ക്രൂഡ് ഫോമില് ആ ഒരു പ്ലാന്റ് ഇടിച്ചു പിഴിഞ്ഞെടുക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേ രീതിയിൽ ആ ടിഞ്ചർ എടുത്തിട്ട് ഒരു വിത്തിൻ 12 hours ഗ്യാപ്പില് ഒരു 6 ഡോസ് അത് കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ വളരെ അങ്ങേയറ്റം പൊട്ടൻറ്റൈസ്ഡ് അല്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ ക്രൂഡ് ഫോമില്, അതുകൊണ്ടാണ് വെരി ലോവർ പൊട്ടൻസി എന്ന് പറയാൻ തന്നെ കാരണം. അത് കൊടുത്തിട്ട് കംപ്ലീറ്റ്ലി ഓൾറൈറ്റ്, ഒരു സ്ട്രക്ചറൽ ഫങ്ഷന് പോലും സ്ട്രക്ചറിന് പോലും പ്രശ്നമുള്ള ഒരു ഹാർട്ട് കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷേ ആ പേഷ്യന്റ് കംപ്ലീറ്റ് ക്യൂർ ആയി എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ, അദ്ദേഹത്തിന്റെ ബുക്കിൽ അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് മെഡിസിൻ എപ്പോഴും ലോവർ പൊട്ടൻസി കൊടുക്കുക, അതും സിംഗിൾ ഡോസ് റിപ്പീറ്റ് ചെയ്തേ കൊടുക്കരുത്. നെക്സ്റ്റ് കേസ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണ്. അത് വളരെ പ്രയാസപ്പെട്ട ഒരു സംഭവമാണ്. ഒന്നാമത് സ്കിൻ ഡിസീസ് എല്ലാം തന്നെ വളരെ മറ്റുള്ള ഡിസീസ് പോലെയല്ല, ഒരു ഇച്ചിരി താമസിക്കും. അതിന്റെ റീസൺ എന്ന് പറയാന് സ്കിന്ന് ഓൾമോസ്റ്റ് നോർമലായിട്ട് വന്നാലും ഈ പേഷ്യന്റിന് ഇച്ചിങ് എന്നുള്ളത് അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞു, അതൊരു വളരെ സുഖകരമായ ഒരു അനുഭവം കൂടാണ്. അപ്പൊ വെറുതെ ആണെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അത് അത്രയും വർഷം തുടർന്ന് വന്നുകൊണ്ടിരുന്നതുകൊണ്ട്
ആ ഒരു ടെൻഡൻസി അവർ കാണിക്കുകയും ചെയ്യും. അപ്പൊ വരുമ്പോ കംപ്ലൈന്റ് നോർമൽ സ്കിൻ ആയാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒരു ചൊറിച്ചിലുണ്ട് എന്ന് പറയും. അപ്പൊ അത് ഇച്ചിരി കാലയളവ് എടുത്ത് മാത്രമേ മാറുന്ന ഒരു സംഭവമാണ് ഈ സ്കിന്നിന്റെ പൊതുവെയുള്ള എല്ലാ കംപ്ലൈന്റ്സും. തന്നെയല്ല, സ്കിൻ പഴയ രീതിയിൽ ആ ഒരു നമ്മുടെ സ്കിന്നിന്റെ കളർ ഏതാണ് അവരവരുടെ സ്കിന്നിന്റെ ആ കളർ വരുന്നത് വരെയാണേലും അവർ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. മാറി, പക്ഷേ എനിക്ക് കളർ മാറിയിട്ടില്ല ഇത് തന്നെ പറയും. അപ്പം അറ്റോപിക് ഡെർമറ്റൈറ്റിസ് സോറിയാസിസ് വെറൈറ്റി ആണല്ലോ. ഒരു 16 ഇയേഴ്സ് ഒരു ടീനേജർ ഒരു ഗേൾ ആണ്. ഹിസ്റ്ററി ഓഫ് 14 ഇയേഴ്സ് ഡെർമറ്റൈറ്റിസ്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് മിക്കവാറും ചൈൽഡ്ഹുഡിൽ തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ ഫാദറിനും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അയാൾ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്ത് അയാൾക്ക് ഏകദേശം ഒരു 19 വയസ്സായപ്പോഴാണ് അത് ഒരു കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. എന്നാലും ആ സ്കിന്ന് പിടിച്ചു നോക്കിയാൽ നമുക്കറിയാം ചുരുണ്ടിരിക്കുന്ന ഒരു സ്കിന്നാണ്. കംപ്ലൈന്റ് ഒക്കെ അയാൾക്ക് മാറി. ആ രീതിയിലാണ് ഈ കുട്ടിക്കും അതുപോലെ തന്നെ ഈ ഒരു ഡിസീസ് വന്നു. അവക്ക് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ സിവിയർ ഇച്ചിങ്. ആ സിവിയർ ഇച്ചിങ് എന്ന് പറയാൻ കാരണം തന്നെ രണ്ടുപേര് എസ്പെഷ്യലി നൈറ്റിൽ ഫാദറും മദറും കൂടെ എഴുന്നേറ്റിരുന്നാണ് ഓരോ കാലും ദേഹം മുഴുവൻ ഇച്ചിങ് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വരുമ്പം അവരോട് ഹെൽപ്പ് ചെയ്താണ്, ചൊറിഞ്ഞു കൊടുത്താണ് ഇവളൊന്ന് ഒരു വെളുപ്പാങ്കാലം 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവളൊന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എവിടാണോ ഇച്ചിങ്, എവിടൊക്കെ എസ്പെഷ്യലി ഇച്ച് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ഒട്ടലുള്ള നല്ല ഒട്ടലുണ്ട്. ആ വെള്ളം പൊടിച്ചു വരികയും മുഖത്തു നിന്നൊക്കെ ആണെങ്കിൽ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വരുന്ന ഒരു നേച്ചർ ആയിരുന്നു. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അതാണ് കാണുന്നത്. പ്രത്യേകിച്ച് അറിയാമല്ലോ, ഈ ഒരു ഡെർമറ്റൈറ്റിസിന് വളരെ ബാഡ് സ്മെല്ലാണ്, അഫക്റ്റഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ആ സ്കിന്നിന്റെ സ്മെല്ല് ഒരു പെക്യുലർ സ്മെല്ലാണ് അതിനുള്ളത്. ഈ ചൊറിച്ചിലെല്ലാം തന്നെ കംപ്ലൈന്റ് കൂടുതൽ നൈറ്റ് അവേഴ്സ് ആണ്. ബേണിംഗ് സെൻസേഷനും ഉണ്ട്. നന്നായിട്ട് പീലിംഗ് എന്ന് പറഞ്ഞാല് അത് എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടായിരുന്നു. എനിക്കത് ഇപ്പൊ അറ്റ് പ്രസന്റ് കാണി, എപ്പോഴെങ്കിലും വേറൊരു ക്ലാസ്സിന് സ്കിന്നിന്റെ മാത്രമുള്ള കംപ്ലൈന്റ് എടുക്കുമ്പോൾ ഞാൻ അതെല്ലാം കാണിച്ചു തരാം. നന്നായിട്ട് പീൽ ചെയ്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ള സ്കിന്നിന്റെ നേച്ചറാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അഫക്റ്റഡ് പാർട്ടില് പ്രത്യേകിച്ച് മുഖത്ത് ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല റെഡ് കളറാണ്, റെഡിഷ് ആയിട്ട് തന്നെ ഇരിക്കും. റെഡ് ഇന്ത്യൻസിനെ കണ്ടതുപോലെ തന്നെയാണ് അവളുടെ ഫേസ് ഇരിക്കുന്നത്. കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള സ്കിന്നാണ് ആ കുട്ടിക്കുള്ളത്. ഒരു പ്രത്യേകത, അവള് ഭയങ്കര തണുപ്പാണ് അവൾക്ക്. ഇവൾ ഇരിക്കുന്ന റൂമിന്റെ തൊട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള റൂമിൽ പോലും ഫാൻ ഇടാൻ ഇവള് സമ്മതിക്കുകയില്ല. ആ ചൂടിൽ തന്നെ ഇവക്ക് ചൂട് വേണം. ഒട്ടും തണുപ്പ് താങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് അത്. എൻ്റെ ക്യാബിനുള്ളിൽ വന്നപ്പോഴും AC കിടന്നത് കൊണ്ട് ആ കുട്ടിക്ക് അവിടെ നിന്ന് വിറച്ചിട്ട് ഞാൻ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവളോട് പുറത്ത് പോയി ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ അവരുടെ പേരൻസുമായിട്ടാണ് സംസാരിച്ചത്. അത്രയ്ക്ക് കുട്ടി വിറച്ച് തുള്ളുമായിരുന്നു അവിടെ. പ്രത്യേകതയുള്ള വീപ്പിംഗ് ഡിസ്പോസിഷൻ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ കരഞ്ഞോണ്ടേ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് ചൊറിച്ചിൽ ഫേസിന്റെ കാര്യം, മാസ്കും എല്ലാം കെട്ടി അങ്ങനെയാണ് വരുന്നത്. ആരും അത് കണ്ടിട്ട് അവളെ ഒന്നും പറയരുത്. അതുകൊണ്ട് പഞ്ചന്റ് സ്മെല്ലിങ് പറഞ്ഞല്ലോ. ഒരു പ്രത്യേകതയുള്ളത്, ഈ സ്റ്റിക്കി ഫ്ലൂയിഡ് കൂടുതലും അവരുടെ നിപ്പിൾ, 2 ബ്രസ്റ്റ് നിപ്പിളിൽ നിന്നാണ് ഫ്ലൂയിഡ്. എന്തെങ്കിലും ഒന്ന് ചൊറിഞ്ഞു അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്കിന്നൊന്ന് പീൽ ചെയ്തൊന്ന് മാറിയാൽ മതി, വെള്ളം ഒരുപാട്, അത് സ്റ്റിക്കി ഫ്ലൂയിഡാണ് വരുന്നത്. മുഖത്ത്, അതുപോലെ തന്നെ കഴുത്തില്, നീ ജോയിന്റിന് താഴെ എക്സ്ട്രിമിറ്റീസിലും ഒക്കെ നന്നായിട്ട് ചൊറിഞ്ഞിട്ട് പൊട്ടുകയും ചെയ്യും. ചിലപ്പോൾ ഒക്കെ ബ്ലീഡിങ്, ബ്ലഡ് തൊലി പൊങ്ങിയിരിക്കുന്നിടത്തൊക്കെ റെഡിഷ് ആയിട്ട് നമുക്ക് കാണാം. ഇവളുടെ മറ്റുള്ള കംപ്ലൈന്റ്സ് എല്ലാം വെച്ച് ഇതുപോലെ സിമിലിമം എല്ലാം എടുത്തു. 8 to 10 കംപ്ലൈന്റ്സ് എടുത്തപ്പം ഈ കുട്ടിക്ക് സിഫിലിനമാണ് വന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരുപാട് സംശയിച്ചു. ഒന്ന് കൺഫ്യൂഷനിൽ ഞാനായിരുന്നു. സൾഫർ ആണോ, സിഫിലിനമാണോ, ആർസാൽബാണോ എന്നുള്ള വളരെ കൺഫ്യൂഷനിലെത്തി. പക്ഷേ സിഫിലിനമാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ഫസ്റ്റ് വന്ന ആ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് കൊടുത്ത് ഏകദേശം 1 വീക്ക് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് വരാൻ പറഞ്ഞു. ആ സമയത്ത് ഈ കുട്ടി വരുമ്പോൾ ഇവക്ക് ഇച്ചിങ് ഉണ്ട്, എന്നാലും പഴയതിന്റെ അത്രയും ആ ഇന്റൻസിറ്റി അത്രയില്ല. രാത്രിയിലൊക്കെ തന്നെ ആണെങ്കിലും മറ്റേതങ്ങനെയല്ല, കണ്ടിന്യൂസ് 3 hours അവർ ഇരുന്ന് ചൊറിഞ്ഞു കൊടുക്കണം. ഇപ്പൊ അത് വേണ്ട, പതുക്കെ ഒന്ന് ചൊറിഞ്ഞ് ഒരു മാക്സിമം പോയാലും ഒരു 1 hour ഒക്കെ, ആ ഒരു അവസ്ഥയിലേക്ക് ഈ കുട്ടിക്ക് ആ ചേഞ്ച് വന്നു.
പിന്നെ എൻ്റെ അടുത്ത് ഇവള് വന്നത് 2 വീക്സ് കഴിഞ്ഞാ വന്നത്. ഈ 2 വീക്സ് കഴിഞ്ഞ് വരുന്ന അവസരത്തില് ഇച്ചിങ് ഉണ്ടായിരുന്ന മുഖത്ത് നിന്ന് കഴുത്തിലെ ഇവിടുത്തെ ഒക്കെ ചൊറിച്ചിൽ നിന്നിരിക്കുന്നു. ആ ബ്ലാക്ക് സ്കിന്നിന് അവളുടെ സ്കിന്നിന്റെ കളറിലോട്ട് ചെറിയൊരു വ്യത്യാസം കാണാൻ സാധിച്ചു. പീലിംഗ് ഒരുപാടില്ല. പക്ഷേ മുട്ടിന് താഴെ നല്ല ഇച്ചിങ് ഉണ്ട്, പ്രത്യേകിച്ച് നൈറ്റ് അവേഴ്സില്. വെളുപ്പാങ്കൽ ഒരു 3 മണി കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങുന്നത്. ആ സമയത്ത് ഇച്ചിങ് ഇല്ല. അതുവരെ ഈ കുട്ടിക്ക് നന്നായിട്ട് ചൊറിച്ചില് മുട്ടിന് താഴെ മാത്രമുണ്ട്. ഇപ്പൊ അവരിരുന്ന് പേരൻസ് ചൊറിഞ്ഞു കൊടുക്കുന്ന മുട്ടിന് താഴെ മാത്രം, ബാക്കിയുള്ള ഭാഗത്ത് ഇച്ചിങ് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഈ കുട്ടി എത്തി. ആ സമയത്ത് ഇവക്ക് ഇവിടെ ബാക്കി നിൽക്കുന്ന സിംറ്റംസ് എടുക്കുന്ന അവസരത്തില് ഇവക്ക് വന്നത് വീണ്ടും വീണ്ടും, കാരണം നമ്മൾ ആ കൊടുത്ത സിഫിലിനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകാതെ ബാക്കി എന്തെങ്കിലും വന്ന് അത് കംപ്ലീറ്റ് ആയി പൊക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചു. കാരണം ബേണിംഗ് സെൻസേഷനും ഒക്കെ പറഞ്ഞതുകൊണ്ട് സൾഫർ, ഒരു ഡോസ് സൾഫർ ഞാൻ കൊടുത്തു. 200 ആണ് കൊടുത്തത്. 30 കൊടുത്താൽ സൾഫറിന്റെ കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് 200 പൊട്ടൻസിയാണ്. ഒറ്റയൊരു ഡോസ് മാത്രമേ കൊടുത്തുള്ളൂ. ആ ഡോസ് കൊടുത്തതിന് ശേഷം വളരെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ തുടങ്ങിയ ഈ കേസ് എടുക്കുമ്പോൾ തന്നെ അവരോട് ഞാൻ പറഞ്ഞു, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് വളരെ ഇച്ചിരി കാലതാമസം വരുന്ന ഒരു കാര്യമാണ്. സാധാരണ രീതി ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം പൊതുവേ പബ്ലിക്കിന്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ടേ മാറത്തുള്ളൂ. അങ്ങനെ ഒരു ധാരണ പബ്ലിക്കിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ആരോടും ഇത് കാരണം നമ്മുടെ പ്രിൻസിപ്പിളിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റാപ്പിഡ് എന്നാണ് നമ്പർ 1 പറയുന്നത്. റാപ്പിഡ് ജെന്റിൽ ആൻഡ് പെർമനന്റ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്, ആ റാപ്പിഡ് എന്ന് പറയുന്ന ആ വേർഡ് അതുപോലെ സൂക്ഷിക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആരോടും താമസിച്ച് പോകത്തേ ഇല്ല. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു കണ്ടീഷൻ സോറിയാസിസിനോട് ചേർന്ന് ഇതുപോലെ സോറിയാസിസിന്റെ ഒരു കേസിലും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കാരണം നോർമൽസിയിൽ എത്തണ്ടേ, ആ സ്കിൻ അത്രയും ചുളിഞ്ഞിരിക്കുന്നത് കൂടെ നിങ്ങളുടെ നോർമൽ സ്കിന്നിന്റെ കളറിൽ എത്തട്ടെ, ഇച്ചിരി സമയം എന്ന് അവരോട് ചോദിച്ചത്. പക്ഷെ അതിനു മുമ്പ് എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നത് ഈ സൾഫറാണ്. ആ സൾഫർ കൊടുത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ചേഞ്ച് വരാനും മുട്ടിന്റെ താഴെയുള്ള ആ ചൊറിച്ചില് വളരെ, അവര് പറഞ്ഞു ഇപ്പൊ ചൊറിച്ചിലില്ല, രാത്രി കിടന്ന് ഉറങ്ങിക്കോളും, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, തന്നെത്താനെ മറ്റേ അവളുടെ സ്വന്തം റൂമിൽ കിടക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ തന്നെത്താനെ കിടക്കും, ഫാൻ ഇടും, ജിംനേഷ്യത്തിൽ അവൾ പോകും, എക്സസൈസ് ചെയ്യും. ഇവർക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടും വിയർക്കുകയില്ലായിരുന്നു. ആ ഒരു സൾഫറിന്റെ ആ ഒരു ഡോസ് കൂടെ കൊടുത്തതിന് ശേഷം വിയർപ്പ്. അവൾ പറയും ജിമ്മിൽ പോയാൽ അടിമുടി തല മുതൽ കാല് വരെയാണ് വിയർപ്പ്. അങ്ങനെ എന്തൊക്കെയാണോ കംപ്ലൈൻറ്റ്സ് പറഞ്ഞത് അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് അവളെ ക്യൂർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അത് ഈ വീണ്ടും വീണ്ടും നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻസ് അക്യൂട്ടായിട്ട് അപ്പ വരുന്ന അവസ്ഥയിലുള്ളതിന് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും സ്പീഡിൽ നമുക്കൊരു ക്യൂർ കിട്ടുകയില്ല. അതാ ആ ഇന്റർമീഡിയറ്റ് മെഡിസിൻ കൊടുത്ത ആ സൾഫറാണ് അതിനെ ഇത്രയും പെട്ടെന്ന് ഒരു ക്യൂർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ഒരു കേസ് വന്നത് ഒരു 21 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി. അവന് പാനിക് അറ്റാക്ക്, അതായത് ആങ്സൈറ്റി, ഫിയർ, പാനിക് അറ്റാക്ക് ഒരു ദിവസം തന്നെ പല പ്രാവശ്യമാണ് ഉണ്ടാകുന്നത്. അവനുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവനൊരു ലവർ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി 4 years ബിഫോർ. അപ്പം മുതലാണ് ഈ കുട്ടിക്ക് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പൊ എന്താണ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തയെന്ന് വന്നു കഴിയുമ്പോൾ തന്നെ ഇവന് പാനിക് അറ്റാക്കാണ്, ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടുക. ഫിയർ, എന്തിനാണ് നീ ഭയക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഭയക്കുന്ന കാര്യം എന്താണെന്ന് ഈ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയമാണെന്നാ പറയുന്നത്. കൈയും കാലും എല്ലാം അങ്ങ് തണുപ്പ് കൂടുതലായിട്ട് അവന് ഫീൽ ചെയ്യുക, ഹാർട്ട് ബീറ്റ് കൂടുതൽ, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വരും എന്നുള്ള ഒരു അവസ്ഥയാണ്. അനാവശ്യമായിട്ട് കുറച്ച് ദേഷ്യം വരിക, ഇതെല്ലാം തന്നെ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ 4 വർഷം കൊണ്ടേ ഇവൻ ഇങ്ങനെ സഫർ ചെയ്യുകയാണ്. വേറെ പല ട്രീറ്റ്മെന്റും, പല സിസ്റ്റത്തിലുള്ള പല ട്രീറ്റ്മെന്റും ഇവന് കൊടുത്തു. ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്.
എസ്പെഷ്യലി അവന് ആ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന ഫ്യൂച്ചർ, അത് ജീവിതത്തിന്റെ ഫ്യൂച്ചർ തന്നെയല്ല, എക്സാം ആണ് അടുത്ത ആഴ്ച, എന്ത് ചെയ്യും എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ എനിക്കതൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മുന്നോടിയായിട്ട് അവർ ചിന്തിക്കുമ്പോഴാണ് അവന് പെട്ടെന്ന് തന്നെ ഈ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്. എല്ലാം അങ്ങ് ബ്ലാങ്ക് ആകും. പിന്നെ ഒന്നും ഈ കുട്ടിക്ക് കാണാൻ വയ്യ, കേൾക്കാൻ വയ്യ, വേറെ ഒന്നും അറിയാൻ വയ്യ. നന്നായിട്ട് സ്വെറ്റിംഗ് ഉണ്ട്. ഇവന്റെ ഒരു പ്രത്യേകത, നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് സംസാരിച്ചു, സമയം ഒന്നും പോകുന്നില്ലല്ലോ, അതായത് സമയം വളരെ സ്ലോലിയാ പോകുന്നതെന്ന് അവൻ പറയുന്നത്. എളുപ്പം ഓരോ ദിവസവും കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് അവന്റെ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത്. അനാവശ്യമായിട്ടുള്ള ഭയം, അതുപോലെ മുകളിൽ നിന്ന് താഴെ വീഴുവോ, ഹൈറ്റ് അവന് വളരെ ഭയമാണ്. അതുപോലെ മെമ്മറി വളരെ വീക്കാണ്. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഇവൻ പഠിക്കുമ്പോൾ നല്ല മെമ്മറി ഉള്ള ഒരു കുട്ടിയായിരുന്നു. നന്നായിട്ട് അവൻ മാർക്ക് വാങ്ങിച്ചിരുന്നു. നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ഇപ്പം വായിക്കുന്നത് തന്നെ 2ഓ 3ഓ പ്രാവശ്യം ഒരു പേജ് തന്നെ വായിച്ചാലും അവന് പിന്നെ അത് അടച്ചു വെച്ചേച്ച് നോക്കിയാൽ അതിന്റെ 1ഓ 2ഓ സെന്റൻസ് മാത്രമാണ് ഈ കുട്ടിക്ക് കിട്ടുന്നത്. അവന്റെ ടോട്ടൽ കംപ്ലൈന്റ് എടുത്തപ്പം വളരെ ക്രേവിങ് അവനുള്ളത് സ്വീറ്റ്സിനോടാണ് വളരെയധികം ക്രേവിങ് ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഞാനത് കംപ്ലൈൻറ്റ്സ് മുഴുവൻ എടുത്തു കഴിഞ്ഞപ്പം ആർജന്റീൻ നൈട്രിക്കമാണ് വന്നത്. നമ്പർ 1 ഒരു മെന്റൽ റെമഡിയാണ് ആർജന്റീൻ നൈട്രിക്കം എന്ന് പറയുന്നത്. മിക്കവാറും പഠിക്കുന്ന പിള്ളേർക്ക് വരുന്ന സൂട്ടബിൾ ആയിട്ട് വരുന്ന 2 മെഡിസിനാണ് ആർജന്റീൻ നൈട്രിക്കും ജെൽസീമിയും. അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്താണെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാനായിട്ട്, ഫസ്റ്റ് റാങ്ക് 100 പേരുണ്ടെങ്കിൽ 99 പേർക്കും ഫസ്റ്റ് റാങ്ക് ആണ്. അപ്പൊ അത് കിട്ടാനായിട്ടുള്ള ആ ഒരു തത്രപ്പാടില് കുട്ടികൾക്ക് ഈ 2 മെഡിസിനും ഒരുപാട് സിമിലിമം അവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവന് ആ ആർജന്റീൻ നൈട്രിക്കത്തിന്റെ ഡോസ് കൊടുത്തതിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞാൽ വന്നത്. കാരണം ഇവനൊരു എക്സാമും ഒക്കെ ഉണ്ടായിരുന്നു. എക്സാം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാണ് അവർ പോയത്. ഈ 3 വീക്സ് കഴിഞ്ഞിട്ട് ഇവന് വന്നപ്പോഴത്തേന് എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന് അവര് പറഞ്ഞു ഇതുവരെയും കിട്ടിയതിൽ നിന്നും വളരെ നല്ല മാർക്കാണ്, അവന് പെർസെൻറ്റേജ് ആണ് കാണുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ആ പാനിക് അറ്റാക്ക്, ഒരു ദിവസം തന്നെ 5ഉം 6ഉം പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന ആ പാനിക് അറ്റാക്ക് വൺസ് ഇൻ എ വീക്ക് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതേ ഒരു ഇന്റൻസിറ്റി നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഫ്രീക്വൻസി അങ്ങ് കുറഞ്ഞു എന്നവർ പറഞ്ഞു. എന്തെങ്കിലും നമ്മൾ എടാ ഇത് കഴിഞ്ഞ് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എന്താണ്, അല്ലെങ്കിൽ പോയിട്ട് എന്താണ്, ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ മാത്രം, അതും അവന് വളരെ ഫീൽ ചെയ്യുന്ന കാര്യത്തിന് മാത്രമേ അവന് ഒരു പാനിക് അറ്റാക്ക് വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. വന്നു എഗെയിൻ ഞാൻ ഒരു ഡോസ് കൂടെ സെയിം തന്നെ, കാരണം ഇതുകൂടെ ഇത്രയും മാറ്റം വന്നപ്പം ബാക്കിയും കൂടെ മാറും, ഒരു ഡോസ് കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 3 വീക്സ് കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ആ ഒരു ഡോസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഒരു 2 വീക്സ് കൂടെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു വിട്ടു. അപ്പൊ തിരിച്ചു വന്നപ്പോഴും അവന് ഈ കാലയളവിൽ ഒരു 3ഓ 4ഓ പ്രാവശ്യം വന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇന്റൻസിറ്റി വളരെ കുറവാണ്, വളരെ സെക്കൻഡ്സിലേ നിന്നുള്ളൂ. ഹാർട്ട് ബീറ്റ് വന്നിട്ട് ഒന്ന് നെഞ്ചൊന്ന് അമർത്തി പിടിച്ചപ്പോൾ അപ്പം തന്നെ നിന്നു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോഴും ആ കംപ്ലീറ്റ് ക്യൂറിലോട്ട് ആൾ എത്തിയിട്ടില്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ അവൻ കുറെ ആക്റ്റീവായി തീർന്നു. ആ അവസരത്തില് കാർസിനോസിനാണ് കൊടുത്തത്. അത് 200 തന്നെ കൊടുത്തത്. ഒറ്റ ഡോസ് മാത്രം. ഞാൻ പറഞ്ഞല്ലോ ഇന്റർമീഡിയറ്റ് മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും സിംഗിൾ ഡോസേ കൊടുക്കാവുള്ളൂ. ഈ കാർസിനോസിന് പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം മെന്റൽ കംപ്ലൈൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ്. പ്രത്യേകിച്ച് ഈ ഇന്റർമീഡിയറ്റ് ഡ്രഗ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു ഡോസിൽ തന്നെ കാർസിനോസിനകത്ത് എല്ലാം വരുന്നതാണ്. ഏതൊക്കെ കംപ്ലൈന്റ് ഉണ്ട് ഇല്ല ഇതെല്ലാം കവർ ചെയ്ത് പോകുന്ന ഒരു മെഡിസിനാണ് കാർസിനോസിൻ. അപ്പൊ അത് കൊടുത്താല് ഭൂരിഭാഗം നമുക്ക് കണ്ണടച്ച് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. കംപ്ലൈന്റിനും എന്തെങ്കിലും ഇതുപോലെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്ത് പോകാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഒരു ഡോസ് കൊടുത്താൽ നമുക്ക് വളരെ റിസൾട്ട്. അതോടുകൂടി തന്നെ ആ കുട്ടിയുടെ കംപ്ലൈന്റ്, പിന്നെ അവനെ വന്ന ആ ഒരു കംപ്ലൈന്റ് ആ പേരൻസോ ആ കുട്ടിയോ പറഞ്ഞിട്ടില്ല. പിന്നെ അക്യൂട്ട് കംപ്ലൈന്റ് ഒക്കെ അവർ വരുമ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്ന കുട്ടിയല്ല ഇപ്പം ഫിസിക്കലി മെന്റലി ആക്റ്റീവായിട്ടും അവന് വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു മെന്റൽ കംപ്ലൈന്റിന് എപ്പോഴും ഓർത്തണം, ഏത് മെന്റൽ കംപ്ലൈന്റ് വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ് കാർസിനോസിൻ എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഗ്യാസ്ട്രൈറ്റിസിന്റെ കേസാണ്.
ഡോക്ടറുടെ വീഡിയോ ഇച്ചിരി കൂടെ ഒന്ന് കേൾക്കാൻ പറ്റുമോ ഡോക്ടർ? വീഡിയോ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് clear. കാണുന്നില്ല. ആണോ? അതെ അതെ, പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇങ്ങനെ ക്ലിയർ ആണ്. ഇടയ്ക്ക് പക്ഷെ ഇടയ്ക്ക് ബ്ലാങ്ക് ആയി പോകുന്നുണ്ടോ? ആളില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ? നല്ല മൂടലാണ് ഇടയ്ക്ക്. മൂടലായിട്ട് വരുന്നോ? അപ്പൊ ഉം. ഞാൻ എന്താ വേണ്ട, ലൈറ്റ് കൂട്ടണോ? ഇപ്പൊ ഈ സ്റ്റേജിൽ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്. ഉണ്ട്, ഇങ്ങനെ ചിലപ്പോ അങ്ങ് ഉണ്ട്. ശരി, ഞാൻ മാക്സിമം ഇങ്ങനെ ഇരിക്കാൻ തന്നെ നോക്കാം. നെക്സ്റ്റ് കാണാമോ എന്നെ ഇപ്പം? കുനിയുമ്പോഴാ ഇല്ലാത്ത. സാരമില്ല ഡോക്ടറെ, അത് പിന്നെ കുഴപ്പമുണ്ടാകണ്ട. ഒരു നെക്സ്റ്റ് നോട്ട് ചെയ്തേക്കുന്ന ഒരു ഗ്യാസ്ട്രൈറ്റിസിന്റെ ഒരു കേസാണ് ഇത്. 43 ഇയേഴ്സ് ഓൾഡ് ലേഡിയാണ്. 20 ഇയേഴ്സോളം ക്രോണിസിറ്റി ഉള്ള ഒരു ടീച്ചറാണ്. അവര് പഴക്കമുള്ള ഒരു ഡിസീസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആയിരുന്നു ഇത്. അവർക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ് കാരണം, ഗ്യാസ്ട്രൈറ്റിസ് നിന്ന് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും. പല കംപ്ലൈൻസും നമ്മൾ വിചാരിക്കും അവർക്ക് മെന്റൽ കംപ്ലൈന്റും കൂടെ ആണോ എന്ന്. അല്ല, അത് ആ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിൽ നിന്നുണ്ടായ ഒരു ആങ്സൈറ്റിയാണ് അവർക്ക് അത് ഉണ്ടാകുന്നത്. അവർ വന്ന് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞത് സെയിം ഇതിന്റെ സെവറൽ ടൈം ഡെഫിക്കേഷൻ, മോഷൻ പോകുന്ന ഒരു നേച്ചർ. അത് വൺസ് ഒരു പ്രാവശ്യം ഉള്ളതുപോലല്ല, ചേഞ്ചിങ്. അതായത് പൾസാറ്റിലയുടെ എല്ലാ സിംറ്റംസും കാണിക്കത്തക്ക രീതിയിലുള്ള ബവൽ കംപ്ലൈൻസ് ആണ് ഇവര് എന്നോട് പറഞ്ഞത്. ജസ്റ്റ് കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റിലേക്ക് പോകണം, ഇൻഡൈജഷൻ ആണ്, ഹാർട്ട് ബേൺ ഉണ്ട്. എസ്പെഷ്യലി ഫാറ്റി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം ആ ഒരു ഇൻഡൈജഷൻ കൂടുതലായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്. ഈസിലി വീപ്പിംഗ്, പറയുന്നതിന് തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുമ്പേ കരഞ്ഞോണ്ടാ പിന്നെ ബാക്കിയുള്ള കംപ്ലൈൻറ്റ്സ് മുഴുവൻ എന്നോട് പറഞ്ഞത്. ഇവർക്കൊരു പാസ്റ്റ് ഹിസ്റ്ററി ഉള്ളത്, ഇവരുടെ ഒരു മകൻ ഒരു 10-20 വയസ്സായപ്പോൾ അയാൾ മരിച്ചുപോയി. വെള്ളത്തിൽ മുങ്ങിയാണ് അയാൾ മരിച്ചത്. അതിനുശേഷം അയാൾക്ക് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അവർക്ക് വളരെ കൂടി. അപ്പം എപ്പോഴും അവർക്ക് നെക്സ്റ്റ് അവർക്കൊരു കുട്ടിയും കൂടെ ഉണ്ട്. ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആകുമ്പോൾ ഇവരുടെ ഈ കംപ്ലൈന്റ് ഇരട്ടിക്കും. കാരണം മറ്റേ കുട്ടിയെപ്പോലെ ഇതിനെ മിസ്സായി പോകുമോ എന്നുള്ള ഒരു ചിന്തയായി ആണ് ആ ലേഡിക്കുള്ളത്. അങ്ങനെ അവരുടെ ബാക്കി കംപ്ലൈന്റും എല്ലാം എടുത്തപ്പം കോൺസ്റ്റിറ്റ്യൂഷനലി പൾസാറ്റിലെയാണ് വന്നത്. പൾസാറ്റിലെ വണ്ണം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവർക്ക് 1 വീക്ക് കഴിഞ്ഞ് വന്നപ്പം ഗ്യാസ്ട്രിക് കംപ്ലൈന്റ്, അതായത് ഈ ഒരു സെവറൽ ടൈം പോകുന്നതും നിന്നു, ഇൻഡൈജഷനുള്ള ആ കംപ്ലൈന്റ് നിന്നു, അസിഡിറ്റി എല്ലാം തന്നെ അവർക്കൊരു 60% അവർക്ക് കുറവായിട്ടാണ് എന്നോട് എല്ലാ കംപ്ലൈന്റും പറഞ്ഞു. ചിലതൊന്നും ഇല്ല അവർക്ക്. ഈവൻ ഒരു ആങ്സൈറ്റി, അത് വരുന്ന ആ ഒരു ഫീലിംഗ് പോലും അവരിൽ നിന്ന് വളരെ വ്യത്യാസമായിരിക്കുന്നു. ഇപ്പൊ കുട്ടിക്കൊന്ന് വന്നാലും ഞാൻ അവരെ കൗൺസിലിംഗ് കൂടെ കൊടുത്തിരുന്നു. ഇപ്പം ഒരു പെൺകുട്ടിയുണ്ട്, ഇളയത്. അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ തന്നെ അവർക്ക് ഒരു വലിയ രീതിയിൽ അവരൊരു കംപ്ലൈന്റ് ആയിട്ട് എടുക്കാത്ത ഒരു അവസ്ഥയിൽ. മറ്റേത് അങ്ങനല്ല, അവരെങ്ങനെ വീണു പോകും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് വന്നത്. ഇത് ഈ 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നല്ല വ്യത്യാസം കണ്ടു. പക്ഷേ ചില സമയത്തൊക്കെ ഹാർട്ട് ബേൺ, നെഞ്ച് എരിച്ചിൽ അവർ പറയുന്നുണ്ട്. ചില സമയത്ത് ചില ഫുഡ് കഴിക്കുമ്പോൾ മാത്രം, എസ്പെഷ്യലി ഫാറ്റി ഫുഡ്, പോർക്ക്, ഇങ്ങനെയൊക്കെ ഇതുപോലുള്ള ഒരുപാട് ഫാറ്റുള്ള മീറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോഴാണ് അവർ കൂടുതലായിട്ട് ഈ ഒരു കംപ്ലൈന്റ് പറയുന്നത്. ആ സമയത്ത് രണ്ടാമത് എൻ്റെ അടുത്ത് വന്ന ആ റിവ്യൂവിന്റെ ടൈമിൽ ഞാൻ എഗെയിൻ പൾസാറ്റിൽ തന്നെ ഞാനൊന്ന് കൊടുത്തു. കാരണം അതുകൊണ്ട് തന്നെ ബാക്കിയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പൊക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് കൊടുത്തത്. ആ ഫാറ്റ് ഫുഡിന്റെ ഒക്കെ ഇൻഡൈജഷൻ പറയുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും അത് കൊടുക്കാൻ തന്നെ കാരണം. പക്ഷേ എഗെയിൻ ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവർ ടീച്ചറാണ്, അപ്പോൾ അവർക്ക് പിന്നെ സമയം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ടൈം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത് ആ ഒരു നീണ്ട കാലയളവൂടെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേന് ഇവരാകെ എന്നോട് പറഞ്ഞത്, എനിക്ക് ഇപ്പം നിൽക്കുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗിലെ കണ്ണ് തുറന്നാൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം. പോയില്ലെങ്കിൽ ചിലപ്പോൾ റൂമിൽ എങ്ങാനും ആകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതേ രീതിയിൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ, വേറെ എനിക്കിപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ല, ഫാറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞ് ബാക്കി അവരിൽ നിന്ന് കംപ്ലൈന്റ്സ് എല്ലാം മാറി എന്നാണ്
എന്നോട് പറഞ്ഞത്. അപ്പൊ ബാക്കി അന്നത്തെ ദിവസം പറഞ്ഞത് ഒന്ന് ഇത് തന്നെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ടോയ്ലറ്റിന്റെ സ്റ്റെപ്പിൽ നിന്നാണ്. സെക്കൻഡ് വണ്ണ് ചെറിയ രീതിയിൽ സ്കിന്നിന്റെ പുറത്തെല്ലാം ഒരു വളരെ ചെറിയ രീതിയിൽ ഒരു പുകച്ചില് ചില സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് എന്നും കൂടെ പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഞാൻ ആ പൾസാറ്റിലേക്ക് പോയില്ല. ഈ പറഞ്ഞ പോലെ ഇന്റർമീഡിയറ്റ് മെഡിസിൻ സൾഫർ ആണ് കൊടുത്തത്. ആ സൾഫറിൽ തന്നെ അത് ക്ലിയർ ആയി പോവുകയും ചെയ്തു. കംപ്ലീറ്റ്ലി വിത്തിൻ നെക്സ്റ്റ് ഡേ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്കിപ്പം കംപ്ലൈൻറ്റ് പ്രത്യേകിച്ച് എനിക്കൊന്നും തന്നെ ഇല്ല, ഓൾ റൈറ്റ് ആയി, ഇൻക്ലൂഡിങ് ആങ്സൈറ്റി പോലും അവർക്ക് മാറിപ്പോയി. ഇങ്ങനൊരു ആ ഒരു കേസ് വളരെ പെട്ടെന്ന് തന്നെ ആ സൾഫറാണ് വളരെയധികം അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത മെഡിസിൻ. നെക്സ്റ്റ് ഒരെണ്ണം ബാക്ക് പെയിൻ ആണ്. 55-year-old വുമൺ ആണ്. 16/12/2023 എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വരുന്നത്. ഒരു 30 years-ഓളം പഴക്കമുള്ള ഒരു ബാക്ക് പെയിനുമായിട്ടാണ് വരുന്നത്. അവർക്കത് പറ്റിയത് ഒരു ദിവസം അവര് ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് നിന്നപ്പം ബക്കറ്റിലിരുന്ന 1/4 ബക്കറ്റ് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഒഴിക്കാൻ വേണ്ടി ആ ബക്കറ്റ് പൊക്കിയെടുത്ത് ദേഹത്തോട്ട് വെള്ളം ഒഴിച്ചതാണ്. അപ്പൊ തന്നെ ബാക്കിൽ പെയിൻ തുടങ്ങി. അവര് L3 L4 ആണ്, അതിനൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എക്സ്റേയിൽ കൂടെ എക്സ്റേ ഒക്കെ ആയിട്ടാണ്, ബ്ലഡ് ടെസ്റ്റ് എക്സ്റേ ഇതെല്ലാം ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. നേരത്തെയുള്ള ട്രീറ്റ്മെന്റിൽ ഇതെല്ലാം എടുപ്പിച്ചിരുന്നു മറ്റുള്ള ഡോക്ടേഴ്സ്. അപ്പൊ അതെല്ലാം എന്നെ കൊണ്ട് കാണിച്ചു. ഇത് ഇത്തിരി ഗ്യാപ്പ് അതിനുണ്ട് താനും. ഇവർക്ക് കുനിഞ്ഞു നിവർന്ന് എന്തെങ്കിലും നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പണിയല്ലാതെ ജസ്റ്റ് ബെൻഡ് ചെയ്യുന്ന തരത്തിലോ അല്ലെ താഴെ ഇരുന്ന് ഒരു വർക്കും ഇവർക്ക് ചെയ്യാനേ പറ്റത്തില്ല. അതുപോലെ ആ പെയിന് റേഡിയേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും, തൈരെ കാലിന്റെ അറ്റം താഴെ വരെ ഹീൽസിൽ വരെ ആ പെയിന് ജസ്റ്റ് ലൈക്ക് സയാറ്റിക്ക, ആ നെർവ് പെയിന് 2 സൈഡിൽ കൂടെ ഇവർക്ക് പെയിൻ ഉണ്ട്. ഇപ്പൊ കൂടുതലും ഈ തരത്തിലുള്ള ഭാരപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിൽ ഉള്ള ജോലി ചെയ്യുമ്പോഴാണ് ഇവർക്ക് സിവിയർ ആയിട്ട് ഈ പെയിൻ ഉണ്ടാകുന്നത്. ആ കൂട്ടത്തിൽ ടോൺസിലൈറ്റിസും റെക്കറന്റ് ആയിട്ട് വരുന്ന ഒരു ലേഡിയാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈലി ടോക്കറ്റീവ് ആണ്, മെനപ്പോസൽ ഏജും ആണല്ലോ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട് അവർക്ക്. ഇവരുടെ ഈ കംപ്ലൈൻറ്റ്സ് എല്ലാം എടുത്ത് ലാക്സിസ് ആണ് വന്നത്. വണ്ണം തന്നെ പൊട്ടൻസി കൊടുത്തു. എഗെയിന് 22/12/2023 വന്നപ്പോഴത്തേന് ലെഫ്റ്റ് ഹിപ്പിന് പെയിൻ ഉണ്ട്, അത് മൂവ്മെന്റിന്റെ ടൈമിൽ മാത്രം എന്ന് പറഞ്ഞു. ലോ ബാക്കേക്ക് അതും നിൽക്കുന്നുണ്ട്, പോയിന്റിൽ പെയിൻ ഉണ്ട്. ഒരു ലോയിൽ ജസ്റ്റ് L3 L4ന്റെ ആ ഗ്യാപ്പിൽ തന്നെയാണ് തൊട്ട് കാണിക്കുന്നത്. എനിക്കിവിടെ പെയിൻ ഇപ്പോൾ ഉണ്ട്. അതും പെയിനിന്റെ ആ ഇന്റൻസിറ്റി ഒക്കെ അങ്ങ് കുറഞ്ഞു. കഷ്ടിച്ചവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുനിയാം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലെത്തി. വീണ്ടും ഞാൻ ലാക്സിസിന്റെ തന്നെ ഒരു ഡോസ് കൊടുത്തു. വീണ്ടും 16/1/2023 അവർ വരുമ്പോഴത്തേന് ആ പോയിന്റിലുള്ള പെയിൻ മാത്രം. അവര് തറ ഇരുന്ന് തുടച്ചു നോക്കി, ഡ്രസ്സ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇടാതെ കഴുകി നോക്കി. അങ്ങനെ ഞാൻ പറഞ്ഞു, എല്ലാം ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ തരത്തിന് മുമ്പ് ചെയ്തിരുന്നപ്പോൾ എന്തൊക്കെയാണോ പെയിൻ ഉണ്ടാക്കിയിരുന്നത് അതെല്ലാം തന്നെ ആ സമയത്ത് ഇല്ലാതായിരിക്കുന്നു. ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോ ബാക്ക് ആ ഒരു പോയിന്റിൽ മാത്രം പെയിന്, അത് കൂടുതൽ സമയം ഇരിക്കുന്ന അവസരത്തിൽ വായിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ചെയറിൽ ഇരിക്കുന്ന അവസരത്തിലാണ് ഇത് കൂടുതലും എനിക്ക് വരുന്നത്. ഇരിക്കുന്ന ആ ഒരു പോസ്റ്ററിലാണ് വരുന്നതെന്ന് പറഞ്ഞു. എന്നെ ഹെൽപ്പ് ചെയ്ത മെഡിസിൻ നേട്രമൂർ ആണ്. നേട്രമൂറിന്റെ 200 പൊട്ടൻസി കൊടുത്തത്. ഒറ്റ ഡോസ് മാത്രമേ കൊടുത്തുള്ളൂ. ലോ ബാക്കേക്ക് എന്നുള്ളത് വെച്ച് മാത്രമാണ് അത് കൊടുത്തത്. അത് കൊടുത്തതിന് ശേഷം അവർ ആ ഒരു ബാക്ക് പെയിൻ കംപ്ലൈന്റ് ചെയ്ത് വന്നിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സ്റേയും കൂടെ ഒന്ന് എടുത്ത് നോക്കണം. കാരണം ഓൾറെഡി ആ ഒരു ഗ്യാപ്പ് വന്നതാണല്ലോ. അതും മെഡിസിൻ, ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് തന്നെ ഒരു മെക്കാനിക്കലി ഉള്ള, അതായത് സർജിക്കൽ കണ്ടീഷനിലുള്ള ഒരു കേസാണ്. അപ്പോൾ അത് അതിൻ്റെ ഗ്യാപ്പ് മാറിയിട്ടുണ്ടോന്ന് മാറുകയും കൂടെ ചെയ്താൽ വലിയ ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള സർജിക്കൽ കണ്ടീഷൻ പോലും കവർ ചെയ്ത് പോകും എന്നുള്ള ഒരു റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇതും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ എക്സ്റേസും ആ ഫോട്ടോസും മുഴുവൻ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ എടുക്കുന്ന സമയത്ത് അത് ഞാൻ ചെയ്യാം. അടുത്തത് 40 years ഉള്ള ഒരു ലേഡിയാണ്. 1 month ആണ് ഹിസ്റ്ററി ഓഫ് ഫീവറാണ് വന്നത്. അവർക്ക് അലോപ്പതി ട്രീറ്റ്മെന്റിൽ തന്നെ ആയിരുന്നു ഇരുന്നിരുന്നത്. അഡ്മിറ്റ് ചെയ്തിരുന്നു 10-12 ദിവസം. ഇതൊക്കെ ചെയ്തിട്ടും അവരുടെ ആ ഫീവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവർക്ക് മാറി കിട്ടുന്നില്ല. അവർക്ക് ഒരു സബ് ക്ലിനിക്കൽ, ചിലപ്പോൾ ഒരു ടൈഫോയിഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു വൈറൽ ഫീവർ ആയിരിക്കാം. എനിവേ ലോ
ഫീവർ ആണ് വരുന്നത്. 99 100 ഡിഗ്രിക്ക് ഇടയിൽ. അതും ചില സമയത്ത് ഈവനിങ്ങിൽ റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ് കാണുന്നത്. ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് വരുമ്പോൾ ബോഡി പെയിൻ ഉണ്ടായിരുന്നു, ഡയറിയ ഉണ്ടായിരുന്നു, സ്റ്റോമക് പെയിൻ ചെറുതായിട്ട് ചില സമയത്തുണ്ടായിരുന്നു, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ് ഉണ്ടായിരുന്നു, ടങ് നന്നായിട്ട് വൈറ്റിഷ് വാർണിഷ് പോലെ ആയിട്ടുള്ള ടങ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ലോ ഫീവർ ആണ് വരുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് അവരെൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അപ്പോൾ ഓൾറെഡി ഇത്രയും ഒരു 1 month ഹിസ്റ്ററി ഉണ്ട്, ആ ഒരു ജസ്റ്റ് ഒരു ഫീവർ ആയിട്ട് പോലും. പക്ഷേ മറ്റുള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലെല്ലാം ചെയ്താ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫീവറിന്റെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു ഫീവർ വന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് നിൽക്കുന്ന കംപ്ലൈൻസ് ഇത്രയൊക്കെയാണ്. അവർക്ക് റെക്സ്റ്റോസ് ആണ് കൊടുത്തത്. റെക്സ്റ്റോസ് ഒരു ഡോസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞ് അവർക്ക് സിംഗിൾ ഡോസ് തന്നെ കൊടുത്തത്. അടുത്ത നെക്സ്റ്റ് ഡേ മുതൽ അവർക്ക് ഫീവർ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ആ ഒരു പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ ആ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത് അവർക്ക് കാണുന്നില്ല. ഫീവർ ഇല്ല. കാരണം ഫീവർ വരുന്ന അവസരത്തിൽ നന്നായിട്ട് അവർക്ക് തണുക്കുമായിരുന്നു. ആ തണുപ്പ് അവർക്കില്ല. തന്നെയല്ല, ഫീവറിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു എനർജറ്റിക് ആയിട്ട് ഉള്ള അവസ്ഥയുണ്ടല്ലോ, അത് ആ സെക്കൻഡ് ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഡേ തന്നെ ആ ഒരു അവസ്ഥ ഇല്ല എന്ന് പ്രത്യേകം അവർ പറഞ്ഞു. പക്ഷേ ഇത്രേ എനിക്ക് തോന്നുന്നത്, ഒരുപാട് മെഡിസിൻസ് ഉള്ളിൽ ചെന്നല്ലോ, അതും വേറൊരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് അവർ ചെയ്തത്. അതിൻ്റെയും കൂടെ ബാഡ് എഫക്റ്റ് ആയിരിക്കാം. പല ലിവറും പിന്നെ കിഡ്നി ഇങ്ങനെയൊക്കെയുള്ള പോർഷന് വളരെയധികം ദോഷകരമായിട്ടുള്ള മെഡിസിൻസ് ആണ് കഴിച്ചത്. അതുകൊണ്ട് ഇവർക്കുള്ള ഒരു കംപ്ലൈന്റ്, റൈറ്റ് സൈഡ് സ്കാപ്പുലായുടെ ഇന്നർ ആംഗിൾ ഓഫ് സ്കാപ്പുലായിലെ പെയിൻ വരിക. എന്നാ ഫുഡ് കഴിക്കുന്ന ബാക്കി എല്ലാം നോർമൽ ലൈഫിലോട്ട് ഇവർ വന്നു. ആ ഒരു ഭാഗത്തെ ആ പെയിൻ മാത്രം അങ്ങനെ നിൽക്കുക. വയറ് നിറച്ച് കുത്തി നിറച്ച് ഫുഡ് കഴിക്കുന്ന അവസരത്തിൽ പെയിൻ കുറച്ച് സമയത്തിനൊന്നും ഇല്ലാതാകും. ബാക്കിയുള്ള എല്ലാ അവസരത്തിലും ഇങ്ങനെ ചെറുതായിട്ട് പെയിൻ ആ ഒരു റീജിയനിൽ ഇങ്ങനെ നിന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കംപ്ലൈന്റ് ഇവര് പറഞ്ഞപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം അവരോട് ചോദിച്ചു, ഈ കംപ്ലൈന്റ് പറഞ്ഞ എനിക്കറിയാം ഗ്യാസ്ട്രിക് റിലേറ്റഡ് കംപ്ലൈന്റ് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മോഷൻ? അപ്പൊ അവരെന്നോട് പറഞ്ഞു, എനിക്ക് സാധാരണ രീതിയിൽ കാണുന്നത് വയറ് നമുക്ക് ആ ക്ലിയർ ആയിട്ട് ബവൽ ഫങ്ഷൻ ക്ലിയർ ആയിട്ട് പോകുന്ന അവസരത്തിൽ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ഒക്കെ കുറഞ്ഞിരിക്കും. പക്ഷെ ഈ ലേഡിയിൽ അവർ പറയുന്നത് എപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം മോഷൻ പോയില്ല എന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് പെയിൻ ഇല്ല ഒരു അവസ്ഥയാണ് ഈ ലേഡി പറയുന്നത്. അപ്പൊ ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം അങ്ങ് നിന്നല്ലോ. അപ്പൊ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വരുന്ന ഒരു അവസരത്തിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ല എന്നാ പറയുന്നത്, എനിക്ക് പെയിൻ ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ തന്നെ ഞാനൊന്ന് കൺഫ്യൂഷനായി. കാരണം സാധാരണ രീതിയിൽ നല്ല രീതിയിൽ മോശം പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രീ ആയി എന്ന് പറയുന്നതിൽ നിന്ന് ജസ്റ്റ് വ്യത്യാസമായിട്ട് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ആ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള മാത്രം ഒരു റൂബ്രിക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിനൊരു മെഡിസിൻ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ, നെക്സോമിക്ക. അപ്പൊ ഇതുകൂടെ കൊടുത്തേ അവരുടെ ബാക്കി കംപ്ലീറ്റ് ആയി പോകത്തുള്ളായിരുന്നു. അതുകൊണ്ട് നെക്സോമിക്കയുടെ ഒരു സിംഗിൾ ഡോസ് ഞാൻ കൊടുത്തു. അതോടുകൂടി അവരുടെ ആ ഒരു ഇന്നർ ആംഗിൾ ഓഫ് റൈറ്റ് സൈഡിന്റെ ആ ഒരു സ്കാപ്പുലർ പെയിനും കൂടെ അവർക്കങ്ങ് ഇല്ലാതായി. തന്നെയല്ല, വളരെ ഹെൽത്തി ആയിട്ട് ആ ഒരു ഡിസീസ് വന്നു എന്നുള്ള ഒരു അവസ്ഥ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്തു. വളരെ ഷോർട്ട്ലി തന്നെയാണ് ഇവർക്ക് ആ ഒരു 1 month ആ ഫീവർ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. തിരിച്ചും റെജുവിനേഷൻ ഓഫ് ഹെൽത്ത് ആ ഒരു അവസ്ഥയിലോട്ടും കൂടെ ആ ലേഡി എത്തി. നെക്സോമിക്ക 30 or 200? നെക്സോമിക്ക 200 കൊടുത്തത്. 200 കൊടുത്തത്. നെക്സോമിക്ക 200ന്റെ ഒരൊറ്റ ഡോസ്, സിംഗിൾ ഡോസ് മാത്രമാണ് കൊടുത്തത്. നെക്സ്റ്റ് ഒരു കേസ് കൂടെ ഞാനൊന്ന് പറയുകയാണ്, ഇച്ചിരി സ്പീഡിൽ പറയാം. മൈഗ്രെയിൻ ആണ്. ഈ മൈഗ്രെയിന് 18 years old ഗേൾ ആണ്. ഹിസ്റ്ററി ഓഫ് 8 years ഓഫ് ക്രോണിസിറ്റി ഉണ്ട് ആ മൈഗ്രെയിന്. അവർക്ക് പെയിൻ കൂടുതലും റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മൈഗ്രെയിൻ്റെ കംപ്ലൈൻറ്റ്സ് ആയിട്ട് വൊമിറ്റിംഗ് ഉണ്ട്. എങ്ങനെയും വൺസ് ഇൻ 7 days, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അവൾക്ക് ഈ ഒരു മൈഗ്രെയിൻ്റെ കംപ്ലൈൻറ്റ്, ആ റൈറ്റ് സൈഡ് ആ പെയിൻ ഉണ്ടാകും. അതിന്റെ കൂട്ടത്തിൽ വൊമിറ്റിങ് ഒരു 3 days-ഓളം അത് നിൽക്കും. ഐസൈറ്റ് ഡിമിനിഷ് ആകും. ടെൻഷൻ വരുമ്പോൾ ഇതങ്ങ് അവർക്ക് വളരെയധികം കൂടും. പ്രത്യേകതയുള്ളത്, ബിഫോർ പീരീഡ്സിന്റെ മുമ്പ്, പീരീഡ്സ് വരുന്നതിന് ഒരു 3 days മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യും. ആ 3rd day ആ പെയിൻ കുറയും. വിത്ത് മെഡിസിൻ, നമ്മൾ മെഡിസിൻ കഴിച്ചാലും മെഡിസിൻ കഴിച്ചില്ലെങ്കിലും 3ാമത്തെ ദിവസം അവർക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിൻ ഇല്ലാതാകും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാ ആഴ്ചയിലും ഉണ്ട്. പ്രത്യേകിച്ച് ഈ പീരീഡ്സിന്റെ സമയത്ത് അവൾ കൂടുതലായിട്ട് നോട്ട് ചെയ്ത് എന്നോട് അത് പറയുകയും ചെയ്തു. അവക്ക്
കൊടുത്ത മെഡിസിൻ സിമിലിമം സോൾട്ടൊക്കെ വളരെ ക്രേവിംഗ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. നേട്രമോർ ആണ് കൊടുത്തത്. 1 പൊട്ടൻസി കൊടുത്തു. സിംഗിൾ ഡോസ് തന്നെ കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് അവള് വന്നപ്പോഴത്തേന് പെയിന് എല്ലാ ആഴ്ചയിലും വരുന്നത് ആ 2 ആഴ്ച കഴിഞ്ഞ് ഒറ്റ ദിവസം മാത്രമാണ്. മറ്റേ ആഴ്ചയിലൊന്നും അവക്കിതുണ്ട്. മൈഗ്രെയിൻ ഉള്ള കുട്ടിക്ക് 15 ഡേയ്സ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരാഴ്ച ലാസ്റ്റ് സെക്കൻഡ് വീക്കിൽ മാത്രം ഒറ്റ ദിവസമാണ് അവൾക്ക് ആ പെയിൻ മൈഗ്രെയിൻ വന്നത്. അപ്പൊ എഗെയിന് ആ മൈഗ്രെയിന്റെ അതേ കംപ്ലൈന്റ് തന്നെ എന്നോട് പറഞ്ഞതുകൊണ്ട് അതേ സിംറ്റംസ് ഒക്കെ തന്നെ വോമിറ്റിങ് ഇതുമെല്ലാം വന്നു. ഫ്രീക്വൻസി കുറഞ്ഞതേ ഉള്ളൂ, പക്ഷെ കംപ്ലൈന്റ്സ് അതുപോലെ നിൽക്കുന്നു. എഗെയിൻ ഞാൻ നേട്രമോർ ഒരു ഡോസ് കൂടെ കൊടുത്തു. അതിനുശേഷം 1 മന്തിന് ശേഷമാണ് വന്നത്. ആ സമയത്ത് വന്നപ്പോഴത്തേന് എന്നോട് പറഞ്ഞു, എനിക്ക് പീരീഡ്സിന് ഇത്രയും ഞാൻ ലേറ്റ് ആയത് തന്നെ പെയിനേ ഇല്ലായിരുന്നു. പക്ഷെ പീരീഡ്സ് വന്നപ്പോൾ എനിക്ക് എഗെയിൻ ആ 3 ഡേയ്സ് ആ ഒരു വിഷമം എനിക്ക് വിട്ടുമാറുന്നില്ല. ആകെ ഇപ്പോൾ ഉള്ള കംപ്ലൈന്റ് പീരീഡ്സിന് 3 ഡേയ്സ് മുമ്പ് പെയിൻ വരിക എന്നുള്ള ഒരു മാത്രം, ആ ഒരു വൊമിറ്റിംഗ് ഒന്നുമില്ല, പെയിൻ മാത്രം വരിക. ഞാൻ ഇതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് മെഡിസിൻ സെപ്പിയ ആണ് വന്നത്. സെപ്പിയയുടെ ഒരു സിംഗിൾ ഡോസ് ആണ് കൊടുത്തത്. അതിനുശേഷം അവർക്ക് ആ ഒരു പീരീഡ്സിന്റെ കംപ്ലൈന്റ് 3-4 മെഡിസിൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള മാസങ്ങളിൽ നോക്കണം, വേദന വരികയാണ് എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞാണ് വിട്ടത്. ആ കുട്ടി പിന്നെയും ഒരു 4-5 മാസമൊക്കെ കറക്റ്റായിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ആ പെയിൻ വന്നിട്ടേ ഇല്ല എന്നാണ് അവളുടെ. അപ്പൊ ആ ഇന്റർമീഡിയറ്റ് മെഡിസിൻസ് നമ്മളെ എത്രമാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതും ക്രോണിക് കേസസ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്പീഡിൽ നമുക്ക് ആ ക്യൂർ കിട്ടണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പം ആ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഇന്റർമീഡിയറ്റ് മെഡിസിൻസ് ആണ്. സിംഗിൾ ഡോസേ കൊടുക്കാവുള്ളൂ, ലോവർ പൊട്ടൻസിയെ കൊടുക്കാവുള്ളൂ. വളരെ ചേഞ്ച്, വളരെ എന്ന് പറഞ്ഞാല് ഉദ്ദേശം നമ്മൾ ഏകദേശം ഒരു 4 ഡേയ്സ് കൂടി ഇതിന് ക്യൂർ വേണ്ടി വരും എന്ന് കാണുന്നതിന് വിത്തിൻ സിംഗിൾ ഡേ കൊണ്ട് തന്നെ കൊടുക്കുന്നതിന് നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫലം കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ ആ ഒരു സിംഗിൾ ഡോസ് ഇന്റർമീഡിയറ്റ് മെഡിസിൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. മോസ്റ്റ്ലി ഇവർ പറയുന്നത് ഇന്റർമീഡിയറ്റ് മെഡിസിൻ കൊടുക്കുന്നത് നോസോട്സ് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സിമിലിമം അനുസരിച്ച് നമുക്ക് ഇത് വരുമ്പോഴത്തേന് നോസോട്സ് ആണെങ്കിലും മറ്റുള്ള മെഡിസിൻസോ പോളിക്രോസ്റ്റോ ഏതാണെങ്കിലും നമ്മൾ കൊടുക്കാനായിട്ട് മടിക്കരുത്. അപ്പോഴത്തെ ആ സിമിലിമം എടുത്തിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ആ ഡിസീസിനോട് കൂടെ ചേർന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സമയം അധികരിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 3-4 കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഇതിപ്പോ പറയുന്നില്ല. എന്തോ ഇനിയിപ്പോ 10 മിനിറ്റാണ് നമുക്കുള്ളത്. 10 മിനിറ്റേ ഉള്ളൂ. 7 കേസാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്. അതിലൂടെ സിമിലിമം മെഡിസിൻ കൊടുത്തിട്ടും കംപ്ലീറ്റ് ക്യൂർ കിട്ടാത്ത കണ്ടീഷനിൽ ഇന്റർമീഡിയറ്റ് മെഡിസിൻ കൊടുത്താൽ ആ കേസ് കംപ്ലീറ്റ് ക്യൂറിലേക്ക് പോകും എന്നാണ് ഡോക്ടർ നമുക്ക് അനുഭവത്തിലൂടെ കാണിച്ചു തന്നത്. അത്രയും നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഇത് ഒരു പ്രസന്റേഷന് എന്തെങ്കിലും സംശയമോ അല്ലെ എന്തെങ്കിലും അഭിപ്രായമോ പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഡോക്ടർ വളരെ വിശദമായി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. സംശയം വരാൻ വഴി കുറവാണ്. ഇതില് അർജന്റീൻ നൈട്രിക്കും കേസിലും വണ്ണം തന്നെയാണല്ലോ കൊടുത്തത് അല്ലെ, പാനിക് അറ്റാക്കില്? അതെ 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 പാനിക് അറ്റാക്കിൽ അത് നമ്മൾ ക്രോണിക് ഡിസീസിൽ എപ്പോഴും തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് നമ്മൾ ഹയർ പൊട്ടൻസി തന്നെ കൊടുത്തിരിക്കണം. അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടറോട്? ഇല്ലെങ്കിൽ ഡോക്ടർക്ക് എങ്ങനെ ഇനി ഒരു കേസ് കൂടെ ആണോ ഉള്ളത്? ഇനി എത്ര കേസ് ഉണ്ട് ഡോക്ടർക്ക്? നെക്സ്റ്റ് 8ാമത്തെ ഒരു കേസ്, അത് എക്സിമ ആണ്, വീപ്പിംഗ് എക്സിമ ആണ്. അതിന് കംപ്ലൈൻറ്റ്സ് എല്ലാം തന്നെ ഞാൻ സിമിലിമം എടുത്ത് വന്ന ഒരു അവസരത്തില് കൊച്ചുകുട്ടിയായിരുന്നു, ഏകദേശം 4 years ഓൾഡ് ആൺകുട്ടിയാണ്. ഡോക്ടറെ ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാട്ടെ, അദ്ദേഹം പറഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം. അൺമ്യൂട്ട് ചെയ്യാം സാറേ.
ഹരിഹരൻ സാറ് അഡ്മിറ്റ് ചെയ്യാം. സാർ അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാം. ഡോക്ടറെ, ഞാൻ കേസൊക്കെ കിട്ടും. നന്നായിരിക്കുന്നു കേട്ടോ. യുവർ പ്രിസ്ക്രിപ്ഷൻ താങ്ക് യു സാർ. നന്നായിരിക്കുന്നു. ആ മെത്തേഡ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ കൊള്ളാം. പിന്നെ ആ ഇന്റർമിറ്റന്റ് ആയിട്ട് നമ്മൾ ഒരു ബൂസ്റ്റിംഗ് റെമഡി നമ്മൾ കൊടുക്കുമ്പം ഉണ്ടാകുന്നത് വളരെ ശരിയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഇന്റർമിറ്റന്റ് ആയിട്ട് ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയൻ എങ്ങനെയാണ് ഡോക്ടർ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഡോക്ടർ മുമ്പേ പറഞ്ഞത് കാഴ്സിനോസിൻ കൊടുത്തു എന്ന് പറഞ്ഞു. എന്താണ് ആ കാഴ്സിനോസിൻ കൊടുക്കാൻ കാര്യം? ഒന്നാമത്തെ കാഴ്സിനോസിൻ എന്ന് പറയുന്ന മെഡിസിനകത്ത് നമ്മൾ ഞാനത് ഒരിക്കൽ വേറെ ഒരു ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞിരുന്നു. മഹാഭാഗവതത്തിലെ കാര്യം പറയുന്നത് പോലാണ്. ഇതിലുള്ളതെല്ലാം ഇതിലില്ലാത്തതൊന്നുമില്ല എന്ന് പറയുന്ന പോലെ കാഴ്സിനോസിൻ എല്ലാം തന്നെ ഡോക്ടർക്ക് അറിയാമല്ലോ. അഗ്രവേഷനും എല്ലാം കവർ ചെയ്ത് പോകുന്ന ഒരു മെഡിസിനാണ് കാഴ്സിനോസിൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മെന്റൽ കംപ്ലൈൻസിൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെന്റൽ എടുത്ത് നോക്കിയാൽ, ആ കംപ്ലൈൻസ് എടുത്ത് നോക്കിയാൽ ഏതൊക്കെ തരത്തിൽ ഡിമെൻഷ്യ ആണെങ്കിലും ആൽഷിമേഴ്സ് ഏതൊരു കംപ്ലൈന്റ് വന്നാലും ആ സിംറ്റംസ് എല്ലാം തന്നെ ഈ കാഴ്സിനോസിൻ എന്ന് പറയുന്ന മെഡിസിനകത്തുണ്ട്. അപ്പം പൊതുവെ ഇതിന് പിന്നെ ഇന്റർമിറ്റന്റ് ആയിട്ട് നോസോട്സ് അപ്ലൈ ചെയ്യണമെന്നും കൂടെ പറയുന്ന ഒരു പോയിന്റ് കൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ മെന്റൽ കംപ്ലൈന്റ് ഏതൊക്കെ പേഷ്യന്റ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്കെല്ലാം ഈ കാഴ്സിനോസിൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ടുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പൊതുവെ അവരവരുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഏറ്റവും, അല്ലാതെ തിയററ്റിക്കൽ നോളജ് അല്ല. എന്നാലും ഞാനത് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്താ ഡോക്ടർക്ക് അത് മറ്റുള്ള കംപ്ലൈൻസിനൊക്കെ തന്നെ നെക്സ്റ്റ് സിമിലിമം ബാക്കി വരുന്ന കംപ്ലൈന്റ് എടുത്താണ് ഞാൻ കൊടുക്കാറ്. പക്ഷെ മെന്റൽ കംപ്ലൈന്റിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാഴ്സിനോസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് കംപ്ലൈന്റ് അത് ആ ഒരു മെന്റൽ കംപ്ലൈന്റ് വന്നാലും ഞാൻ പറഞ്ഞില്ല, കണ്ണു അടച്ചു കൊടുക്കുന്ന ഒരു മരുന്ന് ഇതാണ്. ബാക്കി ഒന്നും തന്നെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ പിന്നെ ഡോക്ടർ സെപ്പിയ എന്താ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? ഇടയ്ക്ക് ഇന്റർമിറ്റന്റ് ആയിട്ട് സെപ്പിയ കൊടുത്തത്. സെപ്പിയയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് സെപ്പിയ കൊടുത്തു. ആ മൈഗ്രെയിന്റെ കേസിലാണ് സെപ്പിയ ഞാൻ കൊടുത്തത്. അത് കൊടുക്കാൻ കാരണം നേട്രോമൂർ ആദ്യം കൊടുത്തു. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് ഇന്റർമിറ്റന്റ് മെഡിസിൻ കൊടുക്കാൻ സാധിച്ചത് സെപ്പിയാണ്. അത് സെപ്പിയക്കകത്ത് വളരെ പെക്യുലർ ആയിട്ട് പറയുന്നുണ്ട്, പീരീഡ്സിന് മുമ്പുള്ള ഹെഡേക്ക് തന്നെയല്ല നേട്രോമൂർ സെപ്പിയായിട്ടുള്ള ബന്ധം. ആ 3 days ബിഫോർ വരുന്ന ഹെഡേക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തന്നെയല്ല, അവളുടെ മെൻസ്ട്രൽ ഹിസ്റ്ററിയിലും പല കംപ്ലൈൻസ് പറഞ്ഞതും സെപ്പിയയുടെ ഫീമെയിൽ കംപ്ലൈന്റുമായിട്ട് വളരെയധികം ചേർന്ന് പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി നിൽക്കുന്ന സിമിലിമും കൂടെ എടുത്താണ് നമ്മൾ കൊടുക്കുന്നത്. മിച്ചം എന്തൊക്കെയാണ് ബാക്കി നിൽക്കുന്നത് അതിൻ്റെ അകത്തെ ഈ ഒരു മെൻസ്ട്രൽ ടൈമിലെ പെയിൻ കൂടുതലും പറയുന്നത് സെപ്പിയയ്ക്കാണ്. അതാണ് ഞാനത് ഒരു ഇന്റർമിറ്റന്റ് മെഡിസിൻ ആയിട്ട് ഒരു ഡോസ് കൊടുക്കാനായിട്ടുള്ള കാരണം. ഞാൻ അതിനൊരു അഭിപ്രായം പറയട്ടെ. ഡോക്ടർ അനുഭവമാണ് നല്ലത്. ഇത് വളരെ കുഴപ്പമില്ല, നല്ല പ്രിസ്ക്രിപ്ഷൻ ആണ്, ശരിയാണ്. ഈ പാർഷ്യൽ സിമിലിമം നമ്മൾ കൊടുക്കുമ്പോൾ ചില ഭാഗം കൊണ്ട് കവർ ചെയ്യത്തില്ല. പക്ഷെ അത് ഈ ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള ഈ ബൂസ്റ്റിംഗ് ഇങ്ങനെയുള്ള റെമഡീസ് ചെല്ലുമ്പം അത് കവർ ചെയ്യും. ഹോമിയോപ്പതിയിൽ ഞാൻ കണ്ടിരിക്കുന്നതാണ്, എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കണ്ടിരിക്കുന്നത്. നമ്മൾ പാർഷ്യൽ റെമഡി ഒരു കേസ് എടുത്തു, നമ്മളൊരു മെഡിസിൻ കൊടുക്കുമ്പം ഇറ്റ് വിൽ പാർഷ്യലി കവർ ചെയ്യും. കവർ ചെയ്യുമ്പം ദ പേഷ്യന്റ് ഫീൽ ബെറ്റർ. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ആ ക്യൂറിങ് കിട്ടത്തില്ല. അപ്പം പിന്നെ അടുത്ത ഒരു മെഡിസിൻ പാർഷ്യലായിട്ട് കവർ ചെയ്യാതെ നിൽക്കുന്ന ബാക്കി സിംറ്റംസ് ഉണ്ട്. ആ ബാക്കി സിംറ്റംസിന് നമ്മൾ അഡീഷണൽ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇത് ഫുള്ളി കവർ ചെയ്യും. അതാണ് ഇതിന്റെ ഒരു മെത്തേഡ്. ഇതിന്റെ ഒരു മെത്തേഡ് അതാണ്. അപ്പം പക്ഷെ നമുക്ക് ഫുള്ളി കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു സിമിലിമം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ബൂസ്റ്റിംഗ് റെമഡിയുടെ ആവശ്യമില്ല.
ആവശ്യം ഇല്ല, വരത്തില്ല. ഒരിക്കലും വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ഒരിക്കലും പുള്ളി വരത്തില്ല. അത് പക്ഷേ സാർ ഒരു കാര്യം കൂടെ ഉണ്ട്. എവിടെങ്കിലും വെച്ച് ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആയിരിക്കാം സിമിലിമം എടുത്ത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ചെന്നിട്ട് ഇച്ചിരി ലേറ്റ് ആകുന്നു എന്ന് കണ്ടാൽ, ഇന്ന് കൊടുക്കുന്ന ഡോക്ടർക്കും സ്പീഡിൽ മാറണമെന്നാണ്, പേഷ്യന്റിന് വളരെ സ്പീഡിൽ മാറണമെന്നാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ആ സ്പീഡിന് ഒരു ചെറിയ കാരണം 3 ദിവസം കഴിച്ചു, 3rd ഡേ കൊണ്ട് തന്നെ അവർക്ക് 80% മാറി. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അത് സെയിം തന്നെ കൊടുത്താലും 3 ഡേയ്സ് കൊണ്ട് ആ സ്പീഡിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ഡോസ് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിത്തിൻ നെക്സ്റ്റ് ഡേ തന്നെ അത് കവർ ചെയ്ത് പോകും. അത് ചെയ്യുമല്ലോ. അങ്ങനെയാണ് കാര്യം. മറ്റേത് കവർ ചെയ്യുന്നില്ലല്ലോ, പാർഷ്യൽ ആയിട്ടുള്ളത് കവർ ചെയ്യുന്നില്ല. കവർ ചെയ്യാതെ അതെ, വരുമ്പോൾ നമ്മളിത് എവിടെ കൊടുക്കുകയാണെങ്കിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അത് തന്നെ തീർച്ചയായിട്ടും. അങ്ങനെ. അപ്പൊ അത് കണ്ടാണ് അതങ്ങനെ. പിന്നെ അടുത്ത ഡോക്ടർ സൾഫർ പറഞ്ഞത് ഞാൻ റിയലി ഐ ആം അപ്രീസിയേറ്റിംഗ്. ആ സൾഫർ പറഞ്ഞായിരുന്നല്ലോ സൾഫർ ഡോക്ടർ. പറഞ്ഞു. സൾഫറിലെ ഡോക്ടർ പറഞ്ഞില്ലേ, ഇത് ഇടയ്ക്ക് ഇച്ചിങ് അപ്പിയർ ചെയ്തു, ഒരു ഒരു ഇച്ചിങ് അപ്പിയർ ചെയ്തു, അതുപോലെ തന്നെ ബേണിങ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ ഡോക്ടർ സൾഫർ എടുത്തു. ഇച്ചിങ് അല്ല ഡോക്ടറെ, ബേണിങ് ഉണ്ടായി. അതുപോലെ തന്നെ ആ മോർണിംഗിലുള്ള അർജൻസി, മോർണിംഗുള്ള അർജൻസി, പിന്നെ സ്കിന്നിലൊരു സിംറ്റം കൂടെ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ. ബേണിംഗ് ഒരു ബേണിംഗ് ഉണ്ടായി. ബേണിംഗ്. അപ്പൊ അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് അത് ഒരു പിന്നെ ആന്റിസോറിക് ഡ്രഗ് അവിടെ ചെന്നപ്പോഴാണ് അതിന്റെ ആ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അത് മയാസ്മാറ്റിക് പ്രിസ്ക്രിപ്ഷൻ ആണ്. അത് ഡോക്ടർ ചെയ്തത് തികച്ചും മയാസ്മാറ്റിക് പ്രിസ്ക്രിപ്ഷൻ ആണ് അത് ചെയ്തത്. അപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യുമ്പോ അത് കറക്റ്റ് ആണ്. ആ മയാസ്മാറ്റിക് പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആണ്. നന്നായിരിക്കുന്നു. അങ്ങ് പോയി. കറണ്ട് പോയി. താങ്ക് യു സർ. കറണ്ട് പോയി. ഇവിടെ ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. സമയമായി. സാരമില്ല. ഒരു നന്ദി പറയണേ പ്രീത ഡോക്ടർക്ക്, ഒരു നന്ദി കൂടെ പറയണേ. പ്രീത ഉണ്ണി അല്ലേ? ഡോക്ടർ പ്രീത ഉണ്ണി അല്ലേ? ഡോക്ടർ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നേ? ഞാന് എറണാകുളം കടവന്തറയിലാണ്. കടവന്തറ ജംഗ്ഷനിൽ തന്നെയാണ് ക്ലിനിക്ക്. കടവന്തറ ജംഗ്ഷനിലായിരിക്കും ക്ലിനിക്ക്. എനിവേ വെരി ഗുഡ് ഡോക്ടർ, വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നിങ്ങളെ പോലുള്ള ഹോമിയോ ഡോക്ടർമാരിലാണ് ഞങ്ങളുടെയൊക്കെ ഇനിയിപ്പം എന്തുവാ ഇത് നിൽക്കുന്നത്. ഭാവി ഹോമിയോപ്പതി നിൽക്കുന്നത് നിങ്ങളെ പോലുള്ള ഡോക്ടർമാരുടെ ഇതുപോലുള്ള പ്രാക്ടീസിലാണ് നിൽക്കുന്നത്. ഇനിയും ഡോക്ടർ വരണം. ഒത്തിരി പേർക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. IFESന്റെ പേരിലും ഈ അവിടെ ഇത് ഡോക്ടറെ കേട്ട എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഇന്ന് അപ്പൊ ഇപ്പോഴാണ് ശരിക്കും ഡോക്ടറെ ക്ലിയർ ആയത്. കറണ്ട് മറ്റേ ഞാൻ മൊബൈലിന്റെ ടോർച്ചാണ് ഇപ്പൊ ഞാൻ തെളിച്ചു പിടിച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് സമയമായി, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്നതിൽ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയാണ്. ഇനി ബാക്കി കേസുകളും എത്രയും വേഗം വന്ന് ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അങ്ങനെ നമ്മുടെ 1384 സൂം വെബിനാർ ഇവിടെ വളരെ സന്തോഷകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട് ഡോക്ടറെ. അത് നമ്മൾ IFES പറയേണ്ടതാണ്. അതായത് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഈ സീനിയർ സിറ്റിസൺസിനെ അതായത് എതിരായിട്ട്, അതായത് ഉപദ്രവിക്കുന്നവർ ആ ഡേയിലെ പ്രിവെൻഷന്റെ ഡേ ആണ് ഇന്ന്. സീനിയർ സിറ്റിസൺസ് ആന്റി പ്രിവെൻഷൻ ഡേ ആണ് ഇന്ന്. അത് മനസ്സിലായില്ല എനിക്ക്. സീനിയർ സിറ്റിസണിനെ ഏത് തരത്തിൽ ഉപദ്രവിക്കും എന്നുള്ളതാണ്. ഏത് തരത്തിലും, അതായത് സമൂഹത്തിൽ നിന്നാണെങ്കിലും അവനവന്റെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരിൽ നിന്നും പീഡനം അനുഭവിക്കുന്ന സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഡേ ആണ് ഇന്ന്. അതിന് ആന്റി പ്രിവെൻഷൻ ഡേ ആയിട്ട് ഇന്ന് ആഘോഷിക്കുന്ന ദിവസമാണ്. IFESൽ ഞാനത് എനിക്കറിയാവുന്നതുകൊണ്ട് ഇന്ന് പറഞ്ഞാണ്. പല സ്ഥലങ്ങളിലും ഈ സീനിയർ സിറ്റിസൺസിന്റെ ഫോറത്തില്
അതിന് മീറ്റിങ്ങുകളും ജാഥകളും എല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. ശരി. ഇന്ന് Thank എല്ലാവിധ you. ആശംസകളും. സീനിയർ ഉം. സിറ്റിസൺസിനെ ഒരിക്കലും എല്ലാ തരത്തിലും നമ്മൾ ഒരുപാട് ഇപ്പം യൂട്യൂബിലും എല്ലാം കാണുന്നുണ്ട്. പുറത്താണേലും അവർക്കുള്ള ഉപദ്രവം, അകത്തെ ഉപദ്രവമാണ് തീരെയും താങ്ങാൻ വയ്യാത്തത്. അതെ 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 ഒരു കാലത്ത് അവരാവശ്യമായിരുന്നു, അവരുടെ ആ ഏജ് കഴിഞ്ഞപ്പോഴത്തേന് അവരെ തീർത്തും ആവശ്യമില്ല. അതെ. ആ ഒരു അവസ്ഥയാണ്. അതെ അതെ. അൺവാണ്ടഡ് ആയിട്ട് അതെ. മാറിയിരിക്കുന്നു. കുട്ടികൾക്കാന്നേലും പേരക്കുട്ടികൾക്കാന്നേലും ഒക്കെ തന്നെ അതെ 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 അതെ. അതിനെതിരായിട്ട് തന്നെ ആ നീങ്ങണം തീർച്ചയായിട്ടും. ആ അത് പ്രിവെൻഷൻ ഡേ ആണ് ഇന്ന്. അത് ഇന്ന് പല സ്ഥലങ്ങളിലും അതിന് ജാഥകളും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സാർ. അതുകൂടെ ഞാൻ പറഞ്ഞെന്നുള്ളത്. എന്തായാലും ഇൻ- കൂടുതൽ ഇന്നരം ഓർമ്മിപ്പിച്ച ഹരിഹരൻ ഡോക്ടർക്ക് പ്രത്യേക ഒരു നന്ദി കൂടെ രേഖപ്പെടുത്തുകയാണ്. അതെ, ഓക്കെ. നമ്മള് അത് സത്യം പറഞ്ഞാൽ അത് നേരത്തെ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഹരിഹരൻ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കാം. ഇന്ന് IFPHന്റെ ഫ്ലോറിൽ വന്ന എല്ലാ ഡോക്ടേഴ്സിനും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്.